ആദ്യാചാര്യത്വം കൈക്കൊണ്ടഹറോൻ മോശയോടൊന്നിച്ച് മോശ യോഹന്നാൻ കർത്താവിനും കർത്താതൻ സ്ലീഹന്മാർക്കും സൃഷ്ടി വിഭാഗങ്ങൾ കേകി സ്ലീഹന്മാർ. ത്രിയേകദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്യറമ്പാച്ചൻ, സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ക്രമീകൃതമായ രീതിയിൽ ഒരു ക്ലാസ് എടുക്കാനായിട്ടുള്ള കഴിവോ പ്രാപ്തിയൊന്നുമില്ല. എങ്കിലും നമുക്ക് വളരെയധികം വിമർശനങ്ങളും അതുപോലെ അതിൻ്റെ സാങ്കത്യമൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണല്ലോ നമ്മുടെ പൗരോഹിത്യത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പഴയ നിയമവും പുതിയ നിയമവും. പുതിയ നിയമം പൊരുളും പഴയ നിയമം നിഴലുമാണല്ലേ. അപ്പോൾ ഈ പൊരുളുണ്ടെങ്കിൽ എന്തുള്ളൂ? നിഴലുള്ളൂ. ഇപ്പോൾ എൻ്റെ നിഴൽ കാണണമെങ്കിൽ ഞാൻ ഉണ്ടായെങ്കിൽ മാത്രമാണ് എൻ്റെ നിഴൽ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് അത് കൃത്യമായിട്ട് വെളിപ്പെടുന്നത് പുതിയ നിയമത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം എന്ന് പറയുന്ന സ്ഥാനത്താണ് പുതിയ ഇസ്രായേലാകുന്ന നമ്മളെല്ലാവരും. പഴയ നിയമജനം ഫറവോൻ്റെ അടിമയിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് പ്രവേശിക്കുന്നത് വാഗ്ദത്ത നാട്ടിലേക്ക് അവർ യാത്ര ചെയ്യുന്നു. അതുപോലെ പുതിയ ഇസ്രായേലാകുന്ന നമ്മൾ സ്വർഗീയ കനാൻ നാട്ടിലേക്കുള്ളതായ ഒരു യാത്രയിലാണ്. നമ്മുടെ ഈ ലോക ജീവിതം ഒരു യാത്രയാണ്. അതുകൊണ്ട് യാത്രയെക്കുറിച്ചാണ് നമ്മുടെ പാട്ടുകളൊക്കെ പറഞ്ഞത്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി അല്ലേ, കുരിശ്, അതുപോലെ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി. ഇതൊരു യാത്രയാണ്, സ്വർഗീയ കനാൻ നാടുകൾ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. ഈ പഴയ നിയമത്തിൽ പറയുന്ന പല കാര്യങ്ങളും അത് വളരെയധികം മറ്റൊരർത്ഥത്തിൽ നമുക്കെല്ലാം വളരെ ഈ ലോക ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ ചെങ്കടലിൽ കൂടിയും മേഘത്തിൽ കൂടിയും സ്നാനമേറ്റു. ഇസ്രായേൽ ജനങ്ങൾ ചെങ്കടൽ കടന്നത് സ്നാനത്തിനൊരു മുൻകുറി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫറവോന്റെ അടിമയിൽ നിന്ന് മാമോദീസ ചെങ്കടൽ കടന്നത് ഒരു സ്നാനമാണ്. ആ ചെങ്കടൽ കടന്ന് അവർ പ്രവേശിക്കുന്നത് കനാൻ നാട്ടിലേക്കല്ല, മറിച്ച് എങ്ങോട്ടാണ്? ഒരു മരുഭൂമിയിലേക്കാണ്. നീണ്ട 40 വർഷത്തെ യാത്രയ്ക്ക് ശേഷമാണ് കനാൻ ദേശത്ത് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ യാത്ര പുറപ്പെട്ട എല്ലാവരും അവിടെ എത്തിയോ? 2 പേര് മാത്രമാണ് അവിടെ എത്തിയത്. ആ ചെങ്കടലിൻ്റെ സ്ഥാനത്താണ് നാം നിൽക്കുന്നതായ മാമോദീസ. ഫറവോന്റെ അടിമയിൽ നിന്ന് മാറി സാത്താന്റെ അടിമയിൽ നിന്ന് മാമോദീസ മൂലം സ്വർഗീയ കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നു. ഇസ്രായേൽ ജനങ്ങൾ ആ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത അതേ അനുഭവത്തിൽ കൂടിയാണ് നമ്മുടെ ഈ ലോക ജീവിതം. അതുകൊണ്ട് നമ്മൾ പാടുന്നുണ്ടല്ലോ, മരുഭൂ യാത്ര അതികഠിനം അല്ലേ. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗീയ കനാൻ നാട്ടിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ യാത്രയിൽ ഇസ്രായേൽ ജനങ്ങൾ ഒരുപാട് ദൈവത്തിനെതിരെ പിറുപിറുക്കുകയും മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതയാത്രയിലും. ഈ ചെങ്കടൽ കടന്നു എന്നുള്ളതിൻ്റെ പേരിൽ എല്ലാവരും കനാൻ നാട്ടിൽ പ്രവേശിച്ചില്ല. കാലേബും യോശുവായും മാത്രമാണ് പ്രവേശിച്ചത്. അപ്പോൾ മാമോദീസ മുങ്ങി എന്നുള്ള ഒറ്റ പേരിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാമെന്ന് നമ്മളാരും വിചാരിക്കേണ്ട. നമ്മുടെ ഈ ലോക ജീവിത യാത്ര വളരെ ഗൗരവമുള്ളതും പ്രാധാന്യമുള്ളതുമാണ്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ഇവിടെ ജീവിക്കാനായിട്ട് നമുക്കറിയാം, ഗർഭാവസ്ഥയിലായിരിക്കുന്ന ഒരു കുഞ്ഞിന് കൈയും കാലും ഒക്കെ ഉണ്ടാവും. അമ്മയുടെ ഉദരത്തിൽ കിടക്കാൻ കൈയും കാലും ആവശ്യമുണ്ടോ? പക്ഷെ ഈ ലോകത്തിൽ ജീവിക്കാനുള്ളത് അവിടെ വെച്ച് തന്നെ ആർജിച്ചു. അവിടെ വേണ്ടത്ര ആരോഗ്യവും സംരക്ഷണവും ലഭിച്ചില്ലെങ്കിൽ ആ കുഞ്ഞ് ഒരു മന്ദബുദ്ധിയായിട്ടോ അല്ലെങ്കിൽ വികലാംഗനൊക്കെ ആയിട്ട് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴും. അതുപോലെ തന്നെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ആർജിക്കുന്നതായ ആത്മീയ ആഹാരം എന്ന് പറയുന്നത്, ഇവിടെ ദൈവം ഇല്ല എന്ന് പറഞ്ഞാലും നമുക്ക് ജീവിക്കാം അല്ലേ. ഈ ലോകത്ത് ജീവിക്കുന്ന ദൈവത്തിന്റെ ആവശ്യമുണ്ടോ? എന്തോരം നിരീശ്വരവാദികളും മറ്റാളുകളൊക്കെ ജീവിക്കണം, സുഖമായിട്ട് ജീവിക്കാം. ദൈവം ഇല്ല എന്ന് പറഞ്ഞാലും ജീവിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നിന്ന് എന്ത് ആർജിക്കുന്നു എന്നുള്ളതാണ് തുടർന്നുള്ള നമ്മുടെ ജീവിതയാത്രയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന്റെ അവസാനം പറയുന്നത്, നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന
വഴിയാത്രാ ഭക്ഷണത്തോടു കൂടെ സമാധാനത്താൽ പോകുന്നു. അതിൽ പൗരോഹിത്യം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നമുക്കറിയാം, മോശ ഇസ്രായേൽ ജനങ്ങൾക്ക് അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയെല്ലാം പൗരോഹിത്യം നൽകി. അവരുടെ യാത്രയിൽ പൗരോഹിത്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പുരോഹിതൻ്റെ അടുക്കലാണ് ജനങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടുന്നത്. ജനത്തിൻ്റെ എന്ത് കാര്യമുണ്ടെങ്കിലും അവരെല്ലാം ആവശ്യപ്പെടുന്നത് പുരോഹിതൻ്റെ അടുക്കലാണ്. ആ പൗരോഹിത്യത്തിൻ്റെ ഒരു പൂർത്തീകരണം യേശു ക്രിസ്തുവിലായി തീർന്നു എന്ന് പഠിപ്പിക്കുന്നതായ ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്തീയ വിഭാഗത്തിനിടയിൽ തന്നെ ഈ പൗരോഹിത്യം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അല്ലേ. പിന്നെ അവർ പറയുന്ന ഒരു വാക്യം, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശ്വവംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പം നമ്മളെല്ലാവരും പുരോഹിതന്മാരാണ് അല്ലേ. അതുകൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്നത് എല്ലാവരും പുരോഹിതന്മാരാണ്. പ്രത്യേകിച്ച് ഒരു പൗരോഹിത്യത്തിൻ്റെ ആവശ്യമുണ്ടോ? യേശു ക്രിസ്തു ക്രൂശിൽ ബലിയായി തീർന്നു. സകല മനുഷ്യത്തിൻ്റെയും പാപത്തിന് പരിഹാരമായിട്ട് യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായിട്ട് തീർന്നു. പിന്നെ ഒരു പൗരോഹിത്യത്തിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു പൗരോഹിത്യം നടത്തുന്നത് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അവർ പറയും, ഞങ്ങളുടെ ഇടയിൽ പുരോഹിതന്മാർ പൗരോഹിത്യം ഇല്ല, നമ്മളെല്ലാവരും സമന്മാരാണ്. ശരിയാണ്. പത്രോസ് പറഞ്ഞതനുസരിച്ച് മാമോദീസ മുങ്ങിയവരായ നമ്മളെല്ലാവരും പുരോഹിതന്മാരാണ്. ഇതേ പൗരോഹിത്യം ഇസ്രായേൽ ജനങ്ങൾക്ക് മുഴുവനും ഉണ്ട്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, ദിവസമുള്ളവരൊന്ന് വായിച്ചോ. പുറപ്പാട് പുസ്തകം 19-ന്റെ 6. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ. അപ്പൊ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനങ്ങൾ മുഴുവനും ആരാ? പുരോഹിതന്മാരാ. പക്ഷേ ദൈവം പൗരോഹിത്യ ജോലി നിർവഹിക്കാനായിട്ട് ഒരു ഗോത്രത്തെ തിരഞ്ഞെടുത്തു. ഏതാ? ലേവി. അതിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് ആരെ തിരഞ്ഞെടുത്തു? അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും. അപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ മുഴുവനും പുരോഹിതന്മാരാണ്. പക്ഷേ അതിൽ പൗരോഹിത്യ വേല ചെയ്യുവാനായിട്ടൊരു ലേവി ഗോത്രത്തെ ദൈവം, അതിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാനായിട്ട് അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും. അതുപോലെ പുതിയ ഇസ്രായേലാകുന്ന നമ്മളെല്ലാവരും പത്രോസ് പറഞ്ഞതുപോലെ പുരോഹിതന്മാരാണ്. പഴയ ഇസ്രായേൽ ദൈവത്തിനൊരു പുരോഹിത ജനമാണ്. അതുപോലെ തന്നെ പുതിയ ഇസ്രായേലാണ് നമ്മളും ദൈവത്തിനൊരു പുരോഹിതന്മാർ. പക്ഷേ പൗരോഹിത്യ കർമ്മം അനുഷ്ഠിക്കാനായിട്ട് യേശു തമ്പുരാൻ നമുക്കറിയാം ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു അല്ലേ. പക്ഷേ വിശുദ്ധ കുർബാന കർത്താവ് സ്ഥാപിച്ചത് ആരുടെ മുമ്പിൽ വെച്ച് മാത്രമാണ്? 12 ശിഷ്യന്മാർക്ക് മാത്രമാണ് മുമ്പിൽ വെക്കണം. യേശു തമ്പുരാൻ കാലുകൾ കഴുകിയത് പുരുഷാരത്തിൻ്റെതല്ല, ആരുടെയാണ്? ശിഷ്യന്മാരുടേതാണ്. അതുപോലെ കർത്താവ് ആ വിത്തിൻ്റെ ഉപമ പറയുന്ന സമയത്ത് അതിനെ വ്യാഖ്യാനിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ഇത് നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ച് കർത്താവ് ഉപമ പറയുന്നുണ്ടല്ലോ. ശിഷ്യന്മാർ ആ വിത്തിനെ, ആ ഉപമയെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, പുറത്തുള്ളവർക്കോ ഉപമകളായിട്ട്. ഈ ദൈവരാജ്യത്തിന്റെ രഹസ്യം കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത ആർക്കാണ്? ശിഷ്യന്മാർക്ക്. അത് പുരുഷാരത്തിനല്ല, ജനക്കൂട്ടത്തിനല്ല. ഈ 12 അപ്പോസ്തലന്മാർക്ക് പ്രത്യേകമായ ചില നൽവരങ്ങൾ ദൈവം കൊടുത്തു. അപ്പോൾ ആ നൽവരം കൊടുത്തു, അതിനൊപ്പം തന്നെ പൗരോഹിത്യം കൊടുത്തു എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ നമ്മൾ പാടിയ പാട്ട് അല്ലേ, ആദ്യാചാര്യത്വം കൈക്കൊണ്ട് അഹ്റോൻ മോശയോടൊന്നിച്ച് സ്കറിയായ്ക്ക് അത് നൽകി മോശ, സ്കറിയ യോഹന്നാന് കൊടുത്തു, യോഹന്നാൻ കർത്താവിന് കൊടുത്തു, കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തു, ശിഷ്യന്മാർക്ക് എല്ലായിടത്തും കൊടുത്തു. അതാണ് നമ്മുടെ പൗരോഹിത്യം നമ്മൾ പാടുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ പൗരോഹിത്യം ഏതാ? ലേവ്യ പൗരോഹിത്യം അല്ലേ. യോഹന്നാന്റെ പൗരോഹിത്യം ഏതാ? ലേവ്യ പൗരോഹിത്യം. അഹ്റോന്റെ ഗണത്തിൽപ്പെട്ട പുരോഹിതനാണ് ആര്? സക്കറിയ പുരോഹിതൻ. സക്കറിയ പുരോഹിതന്റെ പുത്രനാണ് ആര്? യോഹന്നാൻ. അപ്പൊ ആ യോഹന്നാൻ യേശു തമ്പുരാന് പട്ടം കൊടുത്തു എന്നാ പറയുന്നത്. എവിടെയാ കർത്താവിന് പട്ടം കൊടുത്തു എന്ന് പറയുന്നത്? അതിൽ പട്ടം കൊടുത്തു എന്ന് പറയുന്നുണ്ടോ? മാമോദിസ മുക്കി എന്ന് പറയുന്നുണ്ട്, പട്ടം കൊടുത്തു എന്ന് പറയുന്നുണ്ടോ? നമ്മൾ പാടുന്നത് കർത്താവിന് പട്ടം കൊടുത്തതാരാ? യോഹന്നാൻ. കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തു, ശിഷ്യന്മാര് നാനാജാതി മതസ്ഥർക്ക് കൊടുത്തു എന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ പൗരോഹിത്യം 2 കാര്യങ്ങളാണ്. ഇത് തന്നെയാണ് പ്രൊട്ടസ്റ്റന്റുകാർ നമുക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു പാട്ടും ഇത് തന്നെയാണ്. അതായത് നിങ്ങൾ തന്നെ പാടുന്നുണ്ട് നിങ്ങളുടെ പൗരോഹിത്യം ഏതാ? ലേവ്യ പൗരോഹിത്യമാണ്. ലേവ്യ പുരോഹിതനാണ്
ലേവ്യ പൗരോഹിത്യം. അത് യേശുക്രിസ്തു ക്രൂശിൽ ബലിയായി തീർന്ന പൗരോഹിത്യം അവസാനിച്ചില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പൗരോഹിത്യം ഇപ്പോഴിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അതാണ് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം. അതായത് ഈ യേശുക്രിസ്തു ക്രൂശിൽ ബലിയായി തീർന്നു. ഈ പഴയ നിയമ പൗരോഹിത്യത്തില് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പുരോഹിതൻ പാപങ്ങളെല്ലാം ഒരു കുഞ്ഞാടിന്റെ പുറത്ത്, ജനങ്ങളുടെ പാപങ്ങളെല്ലാം ഒരു കുഞ്ഞാടിന്റെ പുറത്ത് ആരോപിക്കും. എന്നിട്ട് ഈ കുഞ്ഞാടിനെ ബലിയർപ്പിക്കും. ജനങ്ങളുടെ പാപത്തിന് വേണ്ടി കുഞ്ഞാടിനെ ബലിയർപ്പിക്കും. ഇപ്പൊ ജനങ്ങളുടെ പാപമെല്ലാം ലേവ്യ പുസ്തകം 16-ാം അധ്യായം 21-ാം വാക്യത്തിൽ അത് പറയുന്നത്. അപ്പൊ ഈ പാപങ്ങളിലെ മുഴുവനും ഒരു ലേവ്യ 16-21 വായിക്കാമോ? ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റിനെ കൊണ്ടുവരണം. ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റിന്റെ തലയിൽ അഹറോൻ കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും വിളിച്ചു പറഞ്ഞ് കോലാട്ടുകൊറ്റിനെ കൊണ്ട് തലയിൽ ചുമത്തി. അപ്പൊ ജനങ്ങളുടെ പാപമെല്ലാം ഈ പുരോഹിതൻ ഈ കോലാട്ടുകൊറ്റന്റെ കയ്യിൽ കുഞ്ഞാടിന്റെ പുറത്ത് കൈ വെച്ചിട്ട് ഈ സർവ്വജനങ്ങളുടെയും പാപം ആരുടെ മേൽ ആരോപിക്കും? ഈ ആടിന്റെ പുറത്ത് ആരോപിക്കും. എന്നിട്ട് ഈ ആടിനെ ബലിയർപ്പിക്കുക. അങ്ങനെ ജനങ്ങളുടെ പാപത്തിന് പരിഹാരമായി തീരും. അങ്ങനെ കുഞ്ഞാടാണ് ഇത്. വീണ്ടും വീണ്ടും ഈ യാഗം ഇങ്ങനെ നടന്നുകൊണ്ട് ജനങ്ങൾ പാപം ചെയ്യുമ്പോൾ അവരുടെ പാപം എല്ലാവരും കുഞ്ഞാടിന്റെ പുറത്ത് ആരോപിച്ചിട്ട് ആ കുഞ്ഞാടിനെ ബലിയർപ്പിക്കും. അതാണ് പഴയ നിയമ പൗരോഹിത്യ യാഗം എന്ന് പറയുന്നത്. ആ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്ന, അതുകൊണ്ടാണ് ഇന്ന് യോഹന്നാൻ സ്നാപകന്റെ ഓർമ്മയാണല്ലോ. ഈ യോഹന്നാൻ സ്നാപകൻ യേശു തമ്പുരാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 36-ാം വാക്യം. ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോ പഴയ നിയമത്തിൽ ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ ഈ കുഞ്ഞാട് പാപം പേറി ജനത്തിന്റെ മുഴുവനും പാപം ഈ കുഞ്ഞാട് വഹിച്ചുകൊണ്ട് നിന്നിട്ട് ആ കുഞ്ഞാടിനെ അങ്ങ് ബലിയർപ്പിക്കും. അതുപോലെ ഈ ലോകത്തിന്റെ മുഴുവനും പാപത്തെ ആര് വഹിച്ചു? യേശുക്രിസ്തു വഹിച്ചു. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ കർത്താവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ കുഞ്ഞാട് നമുക്ക് വേണ്ടി എവിടെ ബലിയായി തീർന്നു? ക്രൂശിൽ യാഗമായിട്ട് തീർന്നു. അപ്പോൾ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സർവ മനുഷ്യന്റെയും പാപത്തിന് പരിഹാരമായി യാഗമായിട്ട് തീർന്നു. അത് പത്രോസ്ലീഹ പറയുന്നതില്ലേ, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി തുടങ്ങി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, കുഞ്ഞാടിന്റെ നിഷ്കളങ്കവും നിർദോഷവുമായ വിലയേറിയ രക്തത്താൽ അത്രേ. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആര്? നമുക്കിടെ എല്ലാം പാപത്തിന്റെ പരിഹാരമായിട്ട് ആര് ബലിയായി തീർന്നു? യേശു ക്രിസ്തു ബലിയായി തീർന്നു. പിന്നെ ഒരു ബലിയുടെ ആവശ്യമുണ്ടോ? പിന്നെ ഒരു പൗരോഹിത്യത്തിന്റെ ആവശ്യമുണ്ടോ? യേശു ക്രിസ്തു തന്നെ ക്രൂശിൽ ബലിയായി തീർന്നു സർവ്വപാപത്തിനും പരിഹാരമായിട്ട്. പിന്നെ ഒരു ബലിയുടെ ലേവ്യ പൗരോഹിത്യം അവിടെ അവസാനിച്ചു. പക്ഷെ നമ്മൾ പാടുന്നത് എന്താ? ഈ തലമുറ ഇത് യോഹന്നാൻ കർത്താവിന് കൊടുത്തു, കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തു, ഇപ്പോഴും ആ പൗരോഹിത്യം തുടരുന്നു എന്നല്ല നമ്മൾ പാടുന്നത്. ഇതാണ് സാധാരണ എല്ലാവരും ചോദിക്കുന്നതായ ഒരു ചോദ്യം. അതായത് യേശു ക്രിസ്തുവിൽ 2 പൗരോഹിത്യമുണ്ട്. ഒന്ന് മൽക്കീസദേക്ക് എന്ന് പറഞ്ഞൊരു പുരോഹിതനെ കുറിച്ച് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ യുദ്ധം ചെയ്തു വരുന്നതായ അബ്രാഹാം മൽക്കീസദേക്ക് എന്ന് പറയുന്ന ഒരു പുരോഹിതനെ കാണുന്നുണ്ട്. ഈ മൽക്കീസദേക്ക് ശാലേം രാജാവും അത്യുന്നതന്റെ പുരോഹിതനുമാണെന്ന് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം വരെ വംശാവലി പറയുന്നുണ്ട്. ആദാം മുതൽ ഇന്നയാളെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞ വംശാവലി പറയുന്നുണ്ട്. ആ വംശാവലി പെടാത്ത ഒരാളാണ് ആര്? മൽക്കീസദേക്ക്. അപ്പൊ ഈ മൽക്കീസദേക്ക് എവിടെ നിന്ന് വന്നു? ഈ പറയുന്ന വംശാവലിയിൽ ആരില്ല? മൽക്കീസദേക്കില്ല. പൗരോഹിത്യം ആരംഭിക്കുന്നത് മോശയുടെ കാലത്താണ്. ലേവ്യ അഹ്റോനെ അവന്റെ പുത്രന്മാരെയും പൗരൻ. ഈ മൽക്കീസദേക്ക് അത്യുന്നതന്റെ പുരോഹിതനാണെന്ന് പറയുന്നു. ഈ മൽക്കീസദേക്ക് ശാലേം രാജാവാണ്, അതായത് സമാധാനത്തിന്റെ രാജാവാണ്. ഈ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞുമായിട്ടാണ് ആര് എതിരേൽക്കുന്നത്? അബ്രാഹാമിനെ എതിരേൽക്കുന്നത്. അബ്രാഹാം അവന് ദശാംശം കൊടുത്തതായിട്ട് പറയുന്നുണ്ട്.
പിന്നെ ഈ മൽക്കിസദേക്കിനെ നമ്മൾ വേറെ എങ്ങും കാണുന്നില്ല. ഈ മൽക്കിസദേക്കിനെ കുറിച്ച് പിന്നെ പറയുന്നത് 110 സങ്കീർത്തനം 4-ാം വാക്യം. 110 സങ്കീർത്തനം 4-ാം വാക്യത്തിൽ അവൻ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള ഒരു പുരോഹിതനാണ്, മഹാപുരോഹിതനാണെന്ന് പറയും. യേശു ക്രിസ്തുവിൽ മൽക്കിസദേക്കും തമ്മിൽ ഒരുപാട് സാമ്യമാണ്, അല്ലേ? യേശു ക്രിസ്തു രാജാവാണ്, പക്ഷെ രാജ്യം ഭരിച്ചിട്ടുണ്ടോ? യേശു ക്രിസ്തു നിത്യ പുരോഹിതനാണ്, പക്ഷെ എവിടുന്നാ പട്ടം കൊടുത്തതെന്ന് നമുക്ക് ജന്മനാൽ ലഭിച്ച ഒരു പൗരോഹിത്യം ആർക്കുണ്ട്? യേശു ക്രിസ്തുവിലുണ്ട്. യേശു ക്രിസ്തുവിന് വംശാവലി ഉണ്ട്. ദൈവത്തിന് വംശാവലി ഉണ്ടോ? നമ്മളൊരു ക്രിസ്തുവിന്റെ ഒരു വംശാവലി പറയുന്നുണ്ട്, ദൈവത്തിന് വംശാവലി ഉണ്ടോ? അപ്പൊ ഈ മൽക്കിസദേക്കും യേശു തമ്പുരാനും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. യേശു ക്രിസ്തുവും സമാധാനത്തിന്റെ രാജാവാണ്, നിത്യമഹാപുരോഹിതനാണ്. യേശു ക്രിസ്തു വംശാവലിയില്ല, മാതാവലി, ഇതിനെ കുറിച്ചൊക്കെ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. പക്ഷേ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നത് ഈ ഏത് പൗരോഹിത്യം അനുസരിച്ചാ? ലേവ്യ പൗരോഹിത്യം അനുസരിച്ച. മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും എടുത്തുകൊണ്ട് വന്ന ഒരു പുരോഹിതനാണ്. പക്ഷേ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നത് ഈ യോഹന്നാന്റെ പൗരോഹിത്യം അല്ലെങ്കിൽ ലേവ്യ പൗരോഹിത്യം അനുസരിച്ചാണ്. ഈ കുഞ്ഞാടിന്റെ മുഴുവനും പാപത്തിന് പരിഹാരമായി ദൈവം തന്നെ യാഗമായിട്ടാണ്. അർപ്പിക്കപ്പെട്ടതായ കുഞ്ഞാട് യേശു ക്രിസ്തുവാണ്, അർപ്പിച്ചതായ പുരോഹിതൻ യേശു ക്രിസ്തുവാണ്, അത് സ്വീകരിച്ച ദൈവവും യേശു. അപ്പൊ അർപ്പകനും അർപ്പിത വസ്തുവും സ്വീകർത്താവും എല്ലാം ഒരാളായി തീർന്നതോടുകൂടി ആ പാപം അവിടെ തീർന്നു. പക്ഷേ യേശു ക്രിസ്തുവിന് ക്രൂശിൽ ബലിയായിട്ട് തീരണമെങ്കിൽ, പൗരോഹിത്യം അനുസരിക്കണമെങ്കിൽ കർത്താവിന്റെ ക്രമങ്ങളെല്ലാം നമുക്കറിയാം. ലേവ്യ അല്ലെങ്കിൽ ഈ യഹൂദ മതം അനുസരിച്ച് തന്നെയല്ലേ? യഹൂദന്മാരുടെ ഇതായിട്ട് കർത്താവ് ചേലാകർമ്മം അനുഷ്ഠിക്കുന്നുണ്ട്, മാമോദിസ മുങ്ങുന്നുണ്ട്. യഹൂദന്മാരുടെ മര്യാദ പ്രകാരമാണ് കർത്താവ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ ബലിയായിട്ട് തീരണമെങ്കിൽ യേശു ക്രിസ്തുവിന് ലേവ്യ പൗരോഹിത്യം വേണം. യേശു ക്രിസ്തുവിന് ലേവ്യ പൗരോഹിത്യം ഉണ്ടോ? യേശു ക്രിസ്തു ജനിച്ചത് ഏത് കുടുംബത്തിലാണ്? യഹൂദ ഗോത്രത്തിലാണ്. ഒന്നുകിൽ ലേവ്യ ഗോത്രത്തിൽ ജനിക്കണം, അല്ലെങ്കിൽ ആ പൗരോഹിത്യം ആരെങ്കിലും കൊടുക്കണം. ലേവ്യ ഗോത്രത്തിൽ ജനിച്ചു എങ്കിൽ ആ പൗരോഹിത്യം ഉണ്ട്, അതല്ലെങ്കിൽ ആ പൗരോഹിത്യം ആരെങ്കിലും കൊടുക്കണം. അപ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീരുന്ന പൗരോഹിത്യം യേശു ക്രിസ്തുവിന് ആരെങ്കിലും കൊടുക്കണം. അതാരാ കൊടുത്തത്? അത് കൊടുത്തു എന്ന് എവിടെയാ പറയണേ? എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 7-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം. 28-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 7-ാം അധ്യായം 28-ാം വാക്യം. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. വാക്ക് ശ്രദ്ധിക്കണം. ന്യായപ്രമാണം ബലഹീന മനുഷ്യനെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണം പ്രകാരം ലേവ്യ ഗോത്രത്തിൽ ജനിച്ചാൽ അവൻ ആരാണ്? പുരോഹിതനാണ്, അല്ലെങ്കിൽ ലേവ്യ പൗരോഹിത്യമുണ്ട്. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. ന്യായപ്രമാണത്തിന് മുമ്പുള്ളതല്ല, ന്യായപ്രമാണത്തിന് ശേഷമുള്ള ഒരു വചനമാണ് ഈ പുത്രനെ പൗരോഹിത്യം കൊടുത്തു എന്നാ പറയുന്നത്, അല്ലേ? യേശു ക്രിസ്തുവിൽ പൗരോഹിത്യം കൊടുത്തു എന്നല്ല, ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമാണ് ആരെ പുരോഹിതനാക്കിയത്? ന്യായപ്രമാണത്തിന് ശേഷം യേശു ക്രിസ്തുവിൽ ഒരു വചനമാണ് ഈ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. യേശു ക്രിസ്തുവിന് ഈ പൗരോഹിത്യം ആര് കൊടുത്തു? ന്യായപ്രമാണത്തിന് ശേഷമുള്ള ആണയുടെ വചനം. ആ വചനം ഏതാണ്? യേശു ക്രിസ്തു മാമോദിസ മുങ്ങാൻ യോഹന്നാൻ സ്നാപകന്റെ മുമ്പിൽ നിൽക്കുന്നു. ഉടനെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. യോഹന്നാൻ സ്നാപൻ കൈവച്ചു. ഉടനെ സ്വർഗത്തിൽ നിന്നൊരു വചനം വന്നു. ആ വചനം പ്രകാരം ഈ കൈവെപ്പും കൂടി ആയപ്പോൾ യേശു ക്രിസ്തുവിൽ ഏത് പൗരോഹിത്യം വന്നു? ലേവ്യ പൗരോഹിത്യം വന്നു. മാത്രമല്ല, ഈ അഹറോന് പൗരോഹിത്യം കൊടുത്തത് ആരാ? മോശയാണോ? എവിടുന്ന ഈ പൗരോഹിത്യം വന്നത്? ദൈവത്തിൽ നിന്നാണ് അഹറോന് പൗരോഹിത്യം കിട്ടി. ഈ
അഹറോന് കിട്ടിയതായ പൗരോഹിത്യം യോഹന്നാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ അവസാനിക്കാൻ പാടുണ്ടോ? ഉണ്ടോ? അപ്പൊ ദൈവം കൊടുത്ത പൗരോഹിത്യം യോഹന്നാൻ ആരെ തിരികെ ഏൽപ്പിച്ചു? ദൈവത്തെ തിരികെ ഏൽപ്പിച്ചു. അതോടെ ലേവ്യ പൗരോഹിത്യം അവിടെ അവസാനിച്ചു. അതായത് ദൈവം കൊടുത്തതായ പൗരോഹിത്യം അത് അവസാനം വന്ന് എവിടെ വന്നു? യോഹന്നാനിൽ വന്നു നിന്നു. യോഹന്നാൻ അത് ആരെ ഏൽപ്പിച്ചു? ദൈവത്തെ ഏൽപ്പിച്ചു. ആ സമയത്ത് ഒരാണയുടെ വചനം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ ആ വചനമാണ് ഈ പുത്രനെ പുരോഹിതനാക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൽ ഈ പൗരോഹിത്യം വന്നു ചേർന്നതാണ്. ഏതാ? ക്രൂശിലെ യാഗം എന്ന് പറയുന്നത് രക്തബലിയാണ്. ആ രക്തബലി ലേവ്യ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയാണ്. ആ രക്തബലിയോടുകൂടി സകല മനുഷ്യന്റെയും പാപത്തിന് പരിഹാരമായി യേശുക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നു. അപ്പൊ ആ പൗരോഹിത്യം യേശുക്രിസ്തുവിന് കൊടുത്തതാരാണ്? ദൈവത്തിൽ നിന്ന് ലഭിച്ച പൗരോഹിത്യം യോഹന്നാൻ ആരെ ഏൽപ്പിച്ചു? യേശുക്രിസ്തു. അപ്പൊ യേശുക്രിസ്തു ഇപ്പൊ ഏത് പൗരോഹിത്യവും വന്നു? ലേവ്യ പൗരോഹിത്യം. ഇനിയിപ്പോ ഈ റമ്പാച്ചനോട് ആരാ പട്ടം തന്നെന്ന് ചോദിച്ചാൽ ആരാ പട്ടം തന്നെന്ന് പറയും? ഈവാനി സിരിമേനിയാണോ? ഈവാനി സിരിമേനിയാണോ പട്ടം കൊടുത്തത്? ആരാ? പരിശുദ്ധാത്മാവിനാൽ പട്ടം കെട്ടപ്പെടുന്നു എന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഈവാനി സിരിമേനിയെ പട്ടം തന്നെന്ന് പറഞ്ഞാൽ നുണ പറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. എന്നാ സത്യമാണോ? സത്യമാണോ? ഈവാനി സിരിമേനിയാണോ പട്ടം കൊടുത്തത്? പട്ടം കൊടുത്തത് ആരാ എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ആരാ പട്ടം തന്നെന്ന് ചോദിച്ചാൽ ആരാന്ന് പറയും? ഈവാനി സിരിമേനി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആര് പറയും? ആര് പട്ടം തന്നു? യോഹന്നാനല്ലേ പട്ടം കൊടുത്തത്. ഈ ലേവ്യ പൗരോഹിത്യം കൊടുത്തത് ആരാ? യോഹന്നാൻ. അതാ നമ്മൾ പാടി, ആദ്യാചാരത്വം കൈക്കൊണ്ട് അഹറോൻ മോശയോട് ഒന്നിച്ച് സ്കറിയായ്ക്ക് അത് നൽകി മോശ സ്കറിയ യോഹന്നാന് കൊടുത്തു, യോഹന്നാൻ കർത്താവിന് കൊടുത്തു. ഈ രണ്ട് പൗരോഹിത്യം ആരിൽ ചേർന്നു? യേശുക്രിസ്തുവിൽ വന്നു ചേർന്നു. ഈ രണ്ട് പൗരോഹിത്യവും കർത്താവിൽ വന്നു ചേർന്നു. ക്രൂശിലെ ബലിയായതോട് ഏത് പൗരോഹിത്യം അവസാനിച്ചു? ലേവ്യ പൗരോഹിത്യം അവസാനിച്ചു. പക്ഷേ അതിന്റെ തലേ ദിവസം അപ്പവീഞ്ഞുകളുടെ പൗരോഹിത്യം ആര് സ്ഥാപിച്ചു? അല്ലേ? പെസഹായ്ക്ക് അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി, ഇതെന്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ അനുഷ്ഠിക്കണം, ഇതെന്റെ രക്തം എൻ്റെ ഓർമ്മയ്ക്കായിട്ട് അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞ ആ മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം തുടരുന്നത് എന്നാണ്? ലേവ്യ പൗരോഹിത്യം അവസാനിക്കുന്നതിന്റെ തലേ ദിവസം ഏത് പൗരോഹിത്യം ആരംഭിച്ചു? മൽക്കീസദേക്ക്. അപ്പൊ യേശുക്രിസ്തുവിൽ ഈ രണ്ട് പൗരോഹിത്യവും ചേർന്നതാണ്. അതായത് ചായക്കകത്ത് പാല് ചേരുന്നത് പോലെ ഈ രണ്ട് പൗരോഹിത്യവും ചേർന്ന പൗരോഹിത്യമാണ് ആരുടേത്? യേശുക്രിസ്തുവിന്റെ. പാട്ട് തെറ്റായത് കൊണ്ടല്ല, നമ്മുടെ പിതാക്കന്മാർക്ക് ബോധമില്ലാതെ എഴുതിയതല്ല, അവര് തന്നെ പാടുന്നുണ്ട് അല്ലേ? ആചാര്യനായ മൽക്കീസദേക്ക് വിഭജിച്ചു തന്ന ഗാത്രഭൂമിതുതാൻ. യേശുക്രിസ്തുവിലെ പൗരോഹിത്യം ഏതാ? ഈ രണ്ട് പൗരോഹിത്യവും ചേർന്ന പൗരോഹിത്യമാണ്. അതുകൊണ്ട് ക്രൂശിലെ യാഗമായി തീർന്നതോടുകൂടി ലേവ്യ പൗരോഹിത്യം അവിടെ അവസാനിച്ചതിന്റെ തലേ ദിവസം ഏത് പൗരോഹിത്യം ആരംഭിച്ചു? മൽക്കീസദേക്കിന്റെ. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയും ആരാധനാ സംവിധാനങ്ങളും ഈ രണ്ടിന്റെയും ചേർന്നുള്ളതായ ഒരു യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ തുടർച്ചയാണ്. അത് ലേവ്യ പൗരോഹിത്യം മാത്രമല്ല, മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം മാത്രമല്ല, ഈ രണ്ട് പൗരോഹിത്യത്തിന്റെയും. ഇപ്പൊ ഞങ്ങള് പുരോഹിതന്മാര് ഈ തിയോബയ്ക്ക് കയറുമ്പോൾ രണ്ട് ക്രമങ്ങൾ പറയും. ഒന്ന് അഹറോന്റെ ക്രമവും ഒന്ന് മൽക്കീസദേക്കിന്റെ ക്രമവും. ഈ പൗരോഹിത്യ വേഷം എന്ന് പറയുന്നത് ഏതിന്റെയാണ്? ലേവ്യ അഹറോന്റെ പൗരോഹിത്യത്തിന്റെ പ്രത്യേകതകളാണല്ലേ. അതിനപ്പോൾ ഉറങ്ങുപ്പായിടുന്നത്, അരക്കെട്ട് കെട്ടിക്കണം, കാലിന് ചെരുപ്പിടണം. ഈ വേഷവിധാനങ്ങളൊക്കെ ഏതാണ്? നമ്മുടെ ദേവാലയത്തിന്റെ ആ സ്ട്രക്ചർ, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, പ്രാകാരം എന്ന് പറയുന്നത് പോലെ ബലിപീഠം, ഇതെല്ലാം ഏതിന്റെയാണ്? അഹറോന്റെ ക്രമമാണ്. പക്ഷെ അവിടെ അർപ്പിക്കുന്ന ബലി എന്ന് പറയുന്നത് ഏതാണ്? മൽക്കീസദേക്കിന്റെ അല്ലേ? ഇവിടെ രക്തബലിയാണ് അർപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് ഈ കുർബാന ബലിയും സ്തോത്രവും അല്ലേ? മറന്നുപോയി. ഈ കുർബാന അനുഗ്രഹങ്ങളും ബലിയും സ്തോത്രവുമാകും. ഇതൊരു ബലിയാണ് അർപ്പിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയാണ് ഇപ്പോഴുള്ളതായ നമ്മുടെ പൗരോഹിത്യം. അത് യേശുക്രിസ്തു സ്ഥാപിച്ചതാണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട്,
ഓർമ്മയ്ക്ക് നിങ്ങളിത് അനുഷ്ഠിക്കണമെന്നാണ് പറഞ്ഞു. കർത്താവ് അപ്പവും വീഞ്ഞും നുറുക്കി ശിഷ്യന്മാരുടെ കൈവശം, എന്നിട്ട് നമ്മൾ പറയുന്നുണ്ട് അവര് അപ്പോസ്തലന്മാർ ഈ പൗരോഹിത്യം അടുത്ത ആളുകൾക്ക് കൊടുത്തുല്ലേ. പൗലോസ്ലീഹ പറയുന്നില്ലേ, തീമോഥെയോസിനോട് അല്ലേ, എന്റെ കൈവെപ്പിനാൽ നിന്റെ മേലുള്ളതായ കൃപാവരത്തെ നീ കെടാതെ സൂക്ഷിക്കണമെന്ന്. പിന്നീട് ആ നൽവരം ലഭിക്കുന്നത് കൈവെപ്പ് വഴിയായിട്ടാണ് അല്ലേ. അപ്പോസ്തലന്മാര് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതി അവരോട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ മോചിക്കാതിരിക്കുന്നുവോ മോചിക്കാതിരിക്കുന്നു. അപ്പൊ ഈ പിന്നീട് ഈ പൗരോഹിത്യ ശുശ്രൂഷ കർത്താവ് ആരെ ഫലമേൽപ്പിച്ചു? ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ചു. അവരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ, ജനക്കൂട്ടത്തോടാണ് പറഞ്ഞത്, ഒരുപാട് സ്ത്രീകളൊക്കെ ചുറ്റുമുണ്ടായിരുന്നു, അവരോട് പറഞ്ഞു നിങ്ങൾ പാപങ്ങൾ മോചിക്കുന്നു. അപ്പൊ ഈ പാപങ്ങൾ മോചിക്കാൻ അഴിക്കാനുള്ള അധികാരം ആർക്കാ ഉള്ളത്? നമുക്കറിയാം, യൂദ ഒഴിഞ്ഞു പോയ സ്ഥാനത്തേക്ക് മത്തിയാസിനെ തെരഞ്ഞെടുത്തത് ആരാ? ജനങ്ങളല്ലേ തെരഞ്ഞെടുത്തത്. കൈവച്ചത് ആരാ? അപ്പോസ്തലന്മാര് കൈവച്ചു. അപ്പൊ അതാണ് കൈവെപ്പ്. യൂദ ഒഴിഞ്ഞു പോയ സ്ഥാനത്തേക്ക് ജനങ്ങൾ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുത്തതിന്റെ മേൽ ജനങ്ങളല്ല കൈവച്ചത്, ആരാ? അപ്പോസ്തലന്മാര് കൈവച്ചു. അങ്ങനെ തുടരുന്നതായ പൗരോഹിത്യം ഒരുപാട് സൂചനകൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്. ആ പൗലോസ്ലീഹയുടെ ശുശ്രൂഷ പൗരോഹിത്യ, റോമാലേഖനം 15-ാം അധ്യായം 16-ാം വാക്യം. റോമർ 15:16. സഹോദരന്മാരെ, നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരുമാകും എന്ന് ഞാൻ നിങ്ങളെ കുറിച്ച് ഉറച്ചിരിക്കുന്നു. 15:16 റോമർ 15:16. ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട്. അപ്പൊ പൗലോസിന്റെ ശുശ്രൂഷ ഏതാ? വ്യക്തമായിട്ട് പറയുന്നില്ലേ, ദൈവത്തിന്റെ സുവിശേഷ ഘോഷം ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഞാൻ പാസ്റ്ററായിട്ട് ചെയ്യുന്നു എന്നാണ് പറയണേ, ഞാൻ മൂപ്പനായിട്ട് ചെയ്യുന്നു എന്നാണ് പറയണേ, ഞാൻ പുരോഹിതനായിട്ട് ചെയ്യുന്നു. അപ്പോൾ കർത്താവ് കൊടുത്തതായ പൗരോഹിത്യം, ആ നമുക്കറിയാം, ഈ ഒരു നൽവരം ഒരാൾക്ക് കൊടുത്തതിന് ശേഷം പാപങ്ങളെ മോചിക്കാൻ അഴിക്കാനുള്ള അധികാരം കർത്താവ് ആർക്ക് കൊടുത്തു? ശിഷ്യന്മാർക്ക് കൊടുത്തു. അതിനുശേഷം ആരുടെയെങ്കിലും പാപം കർത്താവ് മോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്കൊരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണം, ഞാനത് എവിടെ ചെന്ന് ചോദിക്കണം? വില്ലേജ് ഓഫീസിൽ. എനിക്ക് കളക്ടറോട് ഭയങ്കര കൂട്ടാ, അവിടെ ചെന്നാൽ കിട്ടുമോ? കളക്ടർ വില്ലേജ് ഓഫീസറുടെ മേളിലുള്ള ആളാണ്, പക്ഷെ ഇത് തരാൻ ആർക്കും അധികാരമുള്ളൂ? വില്ലേജ് ഓഫീസർക്ക് ഉള്ളൂ. ഇനി മന്ത്രി അടുത്ത് ചെന്നാലും ഈ സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ ആര് തരണം? ഇപ്പൊ പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം കർത്താവ് ആർക്ക് കൊടുത്തു? ശിഷ്യന്മാർക്ക് കൊടുത്തു. പിന്നീട് കർത്താവ് ആരുടെയും പാപം മോചിച്ചിട്ടില്ല. ശൗലിന്റെ മാനസാന്തരത്തിൽ ശൗലിന്റെ മേൽ കൈവച്ചത് ആരാ? അനന്യാസ് അല്ലേ? അത്രയും ദർശനം ഉണ്ടായി, എന്നാ അനന്യാസിന് ശൗലെ എന്നെ ഉപദ്രവിക്കുന്നത് എന്താന്നൊക്കെ ചോദിച്ചാൽ കർത്താവിന് അങ്ങ് കൈവച്ചങ്ങ് പോയാൽ പോരായിരുന്നു. പക്ഷെ നീ അനന്യാസിന് ദർശനം കൊടുത്തു, നീ എവിടെ ചെല്ലണം? മർക്കോസിന്റെ അവിടെ ചെന്നിട്ട് ശൗലെന്ന് പറയും 3 ദിവസം കണ്ണു കാണാൻ പാടില്ലാതിരിക്കുവാണ്, അവന്റെ മേൽ കൈവയ്ക്കണം. അധികാരമുള്ളവനാണ് കൈവയ്ക്കുന്നത്. പിന്നീട് കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് പത്രോസിനെ വിളിപ്പിച്ചു. കൊർന്നേലിയോസിന് ദർശനമുണ്ടായി, കർത്താവ് നേരിട്ടെങ്കിൽ എന്നാ പോരായിരുന്നോ? പിന്നീട് ഈ പൗരോഹിത്യം കർത്താവ് നൽവരം കൊടുത്തതിന് ശേഷം പിന്നീട് പാപങ്ങളെ മോചിക്കുന്നതെല്ലാം അത് ലഭിച്ചിട്ടുള്ളവർ മാത്രമാണ്. ഇല്ലേ, നമുക്കറിയാം, ആഖാൻ ശപഥാർപ്പിത വസ്തു എടുത്തു യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തില്. അവസാനം ഈ ആഖാനെ പിടിക്കുന്നുണ്ടല്ലേ, ഇതെല്ലാം പിടിച്ചിട്ട് അവസാനം യോശുവ ആഖാനോട് പറയുന്നു, മകനെ, ഇസ്രായേലിന്റെ ദൈവത്തിന് മഹത്വം കൊടുത്ത് നീ അവനോട് പാപങ്ങൾ ഏറ്റുപറക, എന്നോടൊന്നും മറച്ചു വെക്കരുത്. ആരോടാ പാപങ്ങൾ ഏറ്റുപറയുന്നത്? ദൈവത്തോടാണ് ഏറ്റുപറയുന്നത്. പക്ഷെ എന്നോടൊന്നും, ദൈവത്തിന്റെ അഭിഷിക്തനോടൊന്നും മറച്ചു വെക്കരുത്. ഏറ്റു പറയുന്നത് ദൈവത്തോടാണ്, പക്ഷെ ദൈവത്തിന്റെ അഭിഷിക്തനോടൊന്നും മറച്ചു വെക്കരുത്. അപ്പൊ ഈ അധികാരം കർത്താവ് നൽകി. നമ്മുടെ ഈ പൂസോയ പ്രാർത്ഥനയിൽ പുരോഹിതന്മാർ ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ഇതാണ്: നമ്മുടെ കർത്താവ് പരിശുദ്ധ സ്ലീഹന്മാരെ ഫലമേൽപ്പിക്കുകയും
പരിശുദ്ധ ശ്രീഹന്മാർ പ്രധാനാചാര്യന്മാർക്ക് നൽകുകയും പ്രധാനാചാര്യന്മാർ എൻ്റെ ബലഹീനതയ്ക്ക് നൽകുകയും ചെയ്ത അവിടുത്തെ അധികാരത്താൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദര, നീ ഏറ്റുപറഞ്ഞിട്ടുള്ളവയും വിസ്മരിച്ചു പോയിട്ടുള്ളവയുമായും മരണകരങ്ങളും യാദൃശ്യങ്ങളുമായി രാവും പകലിൽ വന്നു പോയിട്ടുള്ള സകല പാപങ്ങളും എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരത്താൽ ഞാൻ മോചിക്കുന്നു. ഈ നൽവരം എന്ന് പറയുന്നത് കൈവെപ്പിനാൽ ലഭിച്ചതാണ്. അതാണ് ഇന്ന് നമ്മുടെ സഭയിലുള്ളതായ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നു. പ്രത്യേകിച്ച് യേശു ക്രിസ്തു ക്രൂശിൽ ബലിയായി തീർന്നുവെങ്കിലും വളരെ വ്യക്തമായിട്ട് മാലാഖി പ്രവചനം 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു. അപ്പൊ ധൂപം അർപ്പിക്കാൻ ആർക്കാ അധികാരമുള്ളത്? പുരോഹിതന്മാർ. യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നുവെങ്കിൽ, അതോടെ പൗരോഹിത്യം അവസാനിച്ചുവെങ്കിൽ ഈ പ്രവചനം തെറ്റാണെന്ന് പറയണ്ടേ? സൂര്യന്റെ ഉദയം മുതൽ എന്നെല്ലാം സൂര്യൻ ഉദിക്കുന്നുവോ അന്നെല്ലാം എന്തുണ്ടായിരിക്കും? ധൂപാർപ്പണം നടക്കും. ധൂപാർപ്പണം നടത്തണമെങ്കിൽ ആര് വേണം? പുരോഹിതന്മാർ വേണം. അല്ലെ യേശു ക്രിസ്തുവിന്റെ പുത്രന്റെ വരവ് വരെ എന്നല്ല അവിടെ പറഞ്ഞേക്കുന്നത്. സൂര്യനോടും ചന്ദ്രനോടുമുള്ള നിയമം ഉള്ളിടത്തോളം കാലത്ത് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ പകലും രാത്രി എന്നെല്ലാം ഉണ്ടോ അന്നെല്ലാം എൻ്റെ നാമത്തിന് ധൂപം അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ പുരോഹിതനില്ലാതെ എങ്ങനെ ധൂപം അർപ്പിക്കാൻ പറ്റും? യേശു ക്രിസ്തുവിൽ ഈ ബലി അവിടെ അവസാനിച്ചുവെങ്കിൽ, പൗരോഹിത്യം അവസാനിച്ചുവെങ്കിൽ ഈ പ്രവചനം തെറ്റാണെന്ന് പറയണ്ടേ? ഒരു പ്രവചനം ഇതെല്ലാ കാലത്തും ആകാശവും ഭൂമിയും അഴിഞ്ഞു പോയാലും ഈ വചനത്തിന് മാറ്റം വരാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ വചനം അനുസരിച്ച് ഈ ഭൂമിയിൽ ധൂപാർപ്പണം നടക്കണം. ധൂപാർപ്പണം നടക്കണമെങ്കിൽ എന്ത് വേണം? പുരോഹിതൻ വേണം. അതുകൊണ്ടാണ് കർത്താവ് ഈ പൗരോഹിത്യം അവസാനിക്കുന്നതിന്റെ തലേ ദിവസം ഏത് പൗരോഹിത്യം ആരംഭിച്ചത്? മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ളതായ പൗരോഹിത്യം അവസാനിച്ചത്, അതുകൊണ്ട് ആരംഭിച്ചത്. അപ്പൊ ഈ പുരോഹിതന്മാർക്ക് പൗരോഹിത്യം നമുക്കറിയാം. മോശയ്ക്കും അഹ്റോനും ആ പൗരോഹിത്യ ശുശ്രൂഷ ഉണ്ട്. നിന്റെ പുരോഹിതന്മാരായ മോശയും അഹ്റോനും എന്ന് നമ്മൾ സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ദൈവത്തിന്റെ അഭിഷേകം ചെയ്തവരാണ്. അത് നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിന്റെ ഒരു കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. അത് ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. ആ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ആ ശുശ്രൂഷ നിർവഹിക്കുവാൻ പ്രത്യേകിച്ച് അതിന് വളരെയധികം അർത്ഥമുണ്ട്. നമുക്കറിയാം, നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പാടുന്ന ഒരു പാട്ടാണ്, അഹറോന്റെയുമാസ്കറിയാതന്നുടെയും ധൂപമതും മരണത്തെ നീക്കിയ ഫിനഹാസിൻ പ്രാർത്ഥനയുമ്പോ അടിയാരുടെ ധൂപത്തെയും അൻപുടയോനെ കൈക്കൊള്ളുക. 3 പുരോഹിതന്മാരെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? അഹറോൻ, സക്കറിയ പുരോഹിതൻ, ഏലിയാസാർ. അവർ ധൂപം അർപ്പിച്ച് പ്രാർത്ഥിച്ചതിനെ കുറിച്ചാണ്. സക്കറിയ പുരോഹിതൻ ധൂപം അർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് എന്തുണ്ടായത്? ദൈവത്തിന്റെ ദർശനം ഉണ്ടായത്. എല്ലാ സമയത്തും ദേവാലയത്തിൽ ധൂപം അർപ്പിക്കാനായിട്ട് പുരോഹിതന്മാർക്ക് സാധിക്കുമായിരുന്നു. അതിന് മാത്രം ഒരു ദേവാലയമുള്ളൂ, യെരൂശലേം ദേവാലയം. അവിടെ പൗരോഹിത്യം മൂപ്പനുസരിച്ചും നറുക്കിട്ടൊക്കെയാണ് പുരോഹിതന്മാർ അവിടെ ധൂപം അർപ്പിക്കുവാനായിട്ട് അവസരം. അങ്ങനെ ഈ വാർദ്ധക്യ സമയത്താണ് സക്കറിയ പുരോഹിതന് പോലും ഒരു അവകാശം ലഭിക്കും ധൂപം അർപ്പിക്കാൻ. ഇത്രയും കാലം സക്കറിയ പുരോഹിതൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടും സക്കറിയ പുരോഹിതന് ദൈവത്തിന്റെ ദർശനം ലഭിക്കുന്നത് എപ്പോഴാണ്? ധൂപം അർപ്പിച്ച്. നമ്മുടെ ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ധൂപാർപ്പണം എന്നുള്ളത്. അതുകൊണ്ടാണ് മാലാഖി പ്രവചനത്തിൽ പറയുന്നത്, സൂര്യനും പകലും ഉള്ളിടത്തോളം കാലം എൻ്റെ നാമത്തിന് ധൂപം അർപ്പിക്കണം. ഈ ധൂപാർപ്പണം എന്ന് പറയുന്നത് അത് അനുഷ്ഠിക്കാൻ പുരോഹിതന് മാത്രമേ അവകാശമുള്ളൂ അല്ലേ? മോശയ്ക്കും അഹറോനും കോരഹ് പുത്രന്മാര്
മോശയ്ക്കെതിരായിട്ട് കൂട്ടുകൂടുന്നുണ്ട് അല്ലേ? സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ ആ 16-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസഹാറിന്റെ മകൻ കോരഹ്, രൂബേൻ ഗോത്രത്തിൽ ഏലിയാബിന്റെ പുത്രന്മാരായ ദാഥാൻ, അബീരാം, പേലത്തിന്റെ മകനായ ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘസദസ്യരും പ്രമാണികളുമായി 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. നമ്മൾ ഈ പറയുന്ന അഹ്റോന്റെ ധൂപത്തെ കുറിച്ചാണ്. അപ്പോ ലേവിയുടെ മകൻ, ലേവി ഗോത്രം മുഴുവൻ പൗരോഹിത്യമുള്ളവരാണല്ലോ അല്ലേ? പക്ഷേ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്ന മുഴുവൻ ആരാണ്? അഹ്റോനും അഹ്റോന്റെ പുത്രന്മാരുമാണ്. അപ്പൊ അവിടെ ഒരു ഗ്രൂപ്പിസം തുടങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ഗോത്രത്തിൽ പെടുന്നവരൊക്കെയാ. ഇന്നത്തെ ആളുകൾ പറഞ്ഞാൽ ഞങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്, അതുകൊണ്ട് അവിടെ പോയി സാക്ഷ്യം പറയണം, പാസ്റ്ററുടെ മുമ്പിൽ ഏറ്റു പറയണം, പാസ്റ്റർ കൈവച്ച് പ്രാർത്ഥിക്കും. കൈവയ്ക്കാൻ അവർക്ക് ആരാ അധികാരം കൊടുത്തത്? ഞങ്ങളും പുരോഹിതന്മാര്. ഇത് തന്നെയാണ് അന്ന് അവരും ചെയ്തത്. ഞങ്ങളും പുരോഹിതന്മാരാ. ലേവി ഗോത്രം പൗരോഹിത്യമുള്ള ഗോത്രമാണ്. അവര് 250 ആളെ കൂട്ടി. എന്നിട്ട് ആർക്കെതിരെ മത്സരിച്ചു? മോശയ്ക്കും അഹ്റോനും വിരോധമായിട്ട് സംഘപ്രമാണികളായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. അവർ മോശയ്ക്കും അഹ്റോനും വിരോധമായി കൂട്ടം കൂടി അവരോട്, മതി മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, യഹോവ അവരുടെ മധ്യമുണ്ട്, പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത്? അവർ പറഞ്ഞു, ഞങ്ങളെല്ലാവരും, നിങ്ങൾ കൂടുതൽ ഉപദേശമൊന്നും വേണ്ട, പാലും തേനും ഒഴുകുന്ന ദേശം തരാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഓരോ ദിവസവും ഓരോ കാരണം പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. ഇപ്പം പറയും, ഇനി 40 വർഷം കഴിഞ്ഞാൽ അവിടെ എത്താൻ പറ്റുള്ളൂ എന്ന്. അതുകൊണ്ട് ഞങ്ങൾ യഹോവ ഞങ്ങളുടെ മധ്യമുണ്ട്, ഞങ്ങൾക്കറിയാതെ അല്ലേ? നിങ്ങൾ കൂടുതൽ ഉപദേശിക്കൊന്നും വേണ്ട, എല്ലാവർക്കും ഒരുപോലെയൊക്കെ ഉള്ളൂ, നിങ്ങൾ പിന്നെ വലിയ ആളുകളൊന്നും ആവേണ്ട ആവശ്യമില്ല എന്ന് 250 ആളുകളെ കോരഹ് പുത്രന്മാർ കൂട്ടി. ഇത് കേട്ടപ്പോൾ മോശ കവർന്നു വീണു. അവൻ കോരഹിനോട് അവന്റെ എല്ലാ കൂട്ടരോടും പറഞ്ഞത്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവർ ആരെന്നും തന്നോട് അടുപ്പാൻ തക്കവണ്ണം വിശുദ്ധരാരെന്നും കാണിക്കും. താൻ തിരഞ്ഞെടുക്കുന്നവനെ തന്നോട് അടുക്കുമാറാക്കും. കോരഹും അവന്റെ എല്ലാ കൂട്ടരുമായുള്ളവരെ, നിങ്ങളിത് ചെയ്യുവിൻ. ധൂപകലമിശ്രം എടുത്ത് നാളെ യഹോവയുടെ സന്നിധിയിൽ അതിൽ തീയിട്ട് ധൂപവർക്കിടുവിൻ. യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നവൻ തന്നെ വിശുദ്ധൻ. അതായത് ശരി, നമുക്ക് നാളെ തീരുമാനിക്കാം ആരാണ് ഈ അഹ്റോന്റെ പുത്രന്മാർ ധൂപം അർപ്പിക്കുന്നത്. മസിൽ പിടിച്ച് അല്ലെങ്കിൽ ഈ സ്വാധീനിച്ച് ചെയ്യുന്നതാണോ? നിങ്ങളും പുരോഹിതന്മാരെ, നിങ്ങൾ 250 പേരും ധൂപർപ്പുമായിട്ട് വാ, അഹ്റോനും അവന്റെ പുത്രന്മാരും വരട്ടെ, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. നമ്മുടെ മധ്യ ദൈവമുണ്ട്, ദൈവം ആരാണ് ഇതിൽ യഥാർത്ഥ പുരോഹിതൻ എന്നുള്ളതിനെ തിരഞ്ഞെടുത്ത് നമുക്ക് കാണിക്കാമെന്ന് പറഞ്ഞു. കോരഹും അവന്റെ എല്ലാ കൂട്ടവുമായുള്ളവരെ, നിങ്ങളിത് ചെയ്യുവിൻ. ലേവി പുത്രന്മാരെ, മതി മതി. പിന്നെ മോശ കോരഹിനോട് പറഞ്ഞത്, ലേവി പുത്രന്മാരെ കേൾപ്പിൻ. യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുവാനും സഭയുടെ ശുശ്രൂഷയ്ക്ക് അവരുടെ മുമ്പാകെ നിൽപ്പാനും ഇസ്രായേലിന്റെ ദൈവം നിങ്ങളെ തന്റെ അടുക്കൽ വരുത്തേണ്ടതിന് ഇസ്രായേൽ സഭയിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിങ്ങൾക്ക് പോരായോ? അവൻ നിന്നെയും ലേവി പുത്രന്മാരായ നിന്റെ സകല സഹോദരന്മാരെയും തന്നോട് അടുക്കുമാറാക്കിയല്ലോ. നിങ്ങൾ പൗരോഹിത്യം കൂടി കാംക്ഷിക്കുന്നുവോ? ഇത് ഖേതുവായിട്ട് നീയും നിന്റെ കൂട്ടരൊക്കെ യഹോവയ്ക്ക് വിരോധമായിട്ട് കൂട്ടം കൂടിയിരിക്കുന്നു. നിങ്ങൾ അഹ്റോന്റെ നേരെ പിറുപിറുപ്പാൻ തക്കവണ്ണം എന്തുമാത്രമുള്ളൂ. അതായത് ലേവി ഗോത്രത്തെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് തെരഞ്ഞെടുത്തുവെങ്കിലും ആ തിരുനിവാസത്തിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത് ലേവി ഗോത്രത്തിലുള്ളവരെയാണ്, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ അവിടെ ബലി അർപ്പിക്കേണ്ട ചുമതല ആർക്കാണ്? അഹ്റോനും അഹ്റോന്റെ പുത്രന്മാർക്കും. അപ്പോ മോശ അവരോട് പറഞ്ഞു, നിങ്ങളെ ഒരു ഗോത്രത്തെ, ഈ 12 ഗോത്രത്തിൽ നിന്ന് ഒരു ഗോത്രത്തെ മുഴുവനായിട്ട് ദൈവം തെരഞ്ഞെടുത്തു ഇല്ലേ? നിങ്ങൾക്ക് അതുപോലെ, നിങ്ങൾ ലേവ്യ ഗോത്രം പൗരോഹിത്യമുള്ള ഗോത്രം, പക്ഷെ നിങ്ങൾ ഇനി ബലി അർപ്പിക്കണം, അഹ്റോന്റെ സ്ഥാനം കൂടി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. പിന്നെ മോശ ഏലിയാബിന്റെ പുത്രനായ ദാഥാനെ അബീരാമിനെ വിളിപ്പാൻ ആളയച്ചു. അതിനവർ, ഞങ്ങൾ വരികയില്ല, മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലുവാൻ നീ ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു, പോരാഞ്ഞിട്ട് നിന്നെ തന്നെ ഞങ്ങൾക്ക് അധിപതിയും ആക്കുന്നുവോ? അത്രയുമല്ല, നീ ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുവരികയോ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അവകാശമായി തരികയോ ചെയ്തിട്ടില്ല. നീ ഇവിടെ കണ്ണു ചൂഴ്ന്നു കളയുമോ? ഞങ്ങൾ വരികയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഗ്രൂപ്പ് കൂടിയ മീറ്റിംഗ് കൂടിയ വാർത്ത ആർക്ക് കിട്ടി? മോശയ്ക്ക് കിട്ടിയപ്പോൾ അതിനകത്ത് 2 പേരെ മോശ വിളിച്ചു, നിങ്ങളും കൂടെ വാ, അവർ പറയുന്നത് തെറ്റാണ്, അത് ദൈവാത്മാവല്ല, അവർ സ്ഥാനം മുഖിച്ച് പറഞ്ഞു. അപ്പോൾ അവർ, ഞങ്ങൾ വരില്ല, നീ ഞങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന ദേശം തരാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് ഒരു ദിവസത്തെ വഴിയെന്ന് പറഞ്ഞ് പോന്നതാണ്. ഇപ്പോൾ ഓരോ ദിവസവും ഓരോ കാരണം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീട്ടുക.
അതുകൊണ്ട് ഇനി നിന്റെ വാക്ക് കേട്ട് നിൽക്കാനായിട്ട് ഇവരും പുരോഹിതന്മാരൊക്കെ തന്നെയാണ്. ഭൂരിപക്ഷം ആളുകൾക്കും ആർക്കെതിരായിട്ട് നിന്നു? മോശയ്ക്കും അഹറോനും. ഈ ദൈവത്തിൻ്റെ പക്ഷം നിൽക്കുമ്പോഴേ നമ്മുടെ കൂടെ അധികം ആരും നിൽക്കില്ല. ജനക്കൂട്ടത്തിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആളുകൾ കൂടും. അവർ പറയുന്നത് ശരിയല്ലേ? നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ദിവസത്തെ വഴി അല്ലെങ്കിൽ 2 ദിവസത്തെ വഴി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പം മോശയും അഹറോനും ഇവർ മാത്രം, അവർ ഒരു കുടുംബക്കാർ മാത്രം എല്ലാ കാര്യവും തീരുമാനിക്കുന്നത്. അവർ പൗരോഹിത്യം മോശ അങ്ങനെ പറഞ്ഞു, ദൈവം അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഓരോന്ന് പറയുകയാണ്. അപ്പം ഞങ്ങളും പുരോഹിതന്മാരൊക്കെയാണ്, ഞങ്ങളെ ദൈവം തരും, ഞങ്ങൾ കേട്ടതാ, ലേവ്യ ഗോത്രത്തെ മുഴുവനും തിരഞ്ഞെടുത്തതാ, അവർ പറയുന്നതിൽ ന്യായമുണ്ട്. അതുകൊണ്ട് ഇനി നീ വിളിക്കുന്നിടത്തൊന്നും ഞങ്ങൾ സാധാരണ നീ വിളിക്കുന്നിടത്തൊന്നും ഞങ്ങൾ വരില്ല. പാലും തേനും ഒഴുകുന്ന ദേശം തരാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് നീ അതൊട്ട് ഞങ്ങൾക്ക് തന്നിട്ടുമില്ല, എന്നിട്ട് ഇപ്പം ഞങ്ങളെ ഭരിക്കാൻ വരുവാണോ എന്നവർ ചോദിച്ചു. അപ്പോൾ മോശ ഏറ്റവും കോപിച്ച് അവൻ യഹോവയോട്, അവരുടെ വഴിപാട് കടാക്ഷിക്കരുതേ, ഞാൻ അവരുടെ പക്കൽ നിന്ന് ഒരു കഴുതിയെപ്പോലും വാങ്ങിയിട്ടില്ല, അവരിൽ ഒരുത്തിനെയോടും ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. മോശ കോരഹിനോട്, നീ നിന്റെ എല്ലാ കൂട്ടവും നാളെ യഹോവയുടെ സന്നിധിയിൽ വരണം, നീയും അവരും അഹറോനും കൂടെ തന്നെ. നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ ധൂപകലശം എടുത്ത് അവയിൽ ധൂപവർഗമിട്ട് ഓരോരുത്തൻ ഓരോ ധൂപകലശവുമായി 250 കലശവും യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരുവീൻ. നീയും അഹറോനും കൂടെ താൻ്റെ ധൂപകലശവുമായി വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഓരോരുത്തൻ താൻ്റെ ധൂപകലശം എടുത്ത് തീയിട്ട് അതിൽ ധൂപവർഗവും ഇട്ടു. മോശയും അഹറോനുമായി സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്നു. അപ്പോൾ ആ 250 പേരും സ്വയം പുരോഹിതന്മാരായിട്ട് ധൂപകലശമൊക്കെ ഇട്ടുകൊണ്ട് രാവിലെ വരണമെന്ന് മോശം പറഞ്ഞു. അഹറോനും അതുപോലെ തന്നെ അവന്റെ പുത്രന്മാരും വന്നു. പിറ്റേ ദിവസം രാവിലെ വന്നു. കോരഹ് അവർക്ക് വിരോധമായി സർവ്വസഭയും സമാഗമനത്തിന്റെ കൂടാരത്തിന്റെ വാതിൽക്ക് കൂട്ടി വരുത്തി. അപ്പോൾ യഹോവയുടെ തേജസ് സർവ്വസഭയ്ക്കും പ്രത്യക്ഷമായി. യഹോവ മോശയോടും അഹറോനോടും, ഈ സഭയുടെ മധ്യേ നിന്ന് മാറിപ്പോകുവീൻ, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കും എന്ന് കൽപ്പിച്ചു. ഇത്രയും ധാർഷ്ട്യം ദൈവത്തിന്റെ പുരോഹിതന്മാർക്കെതിരെ കൂട്ടം കൂടിയപ്പോൾ ദൈവത്തിന്റെ വലിയ കോപം ഉണ്ടായി. ദൈവം മോശയോട് പറഞ്ഞു, നീയും അഹറോനും പുത്രന്മാരും മാർക്ക് ഇതിനെ മുഴുവനും, ഭൂരിപക്ഷ ആളുകൾ ആരുടെ കൂടെയാണ്? കോരഹ് പുത്രന്മാരെയാണ്. അതുകൊണ്ട് അവരെ എല്ലാവരെയും ഞാൻ നശിപ്പിക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കവിണ്ണു വീണു. സകല ജനത്തിന്റെയും ആത്മാക്കൾക്ക് ഉടയവനാവുന്ന ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് നീ സർവ്വസഭയോടും കോപിക്കുമോ എന്ന് ചോദിച്ചു. അതിന് യഹോവ മോശയോട്, കോരഹ്, ദാതാൻ, അബീരാം എന്നിവരുടെ ശാസ്ത്രസ്ഥലത്തിന്റെ ചുറ്റിൽ നിന്നും മാറിക്കൊള്ളുവാൻ എന്ന് സഭയോട് പറയുക എന്ന് പറഞ്ഞു. ഇവിടെ ഒരു പുരോഹിതന്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാണ്. ദൈവം തീരുമാനിച്ചതാണ് എല്ലാവരും നശിപ്പിക്കാനായിട്ട്, അല്ലേ? ദൈവം മോശയോട് പറഞ്ഞു, ദൈവത്തെ കൃത്യമായിട്ട് അനുസരിക്കുന്ന മോശയും അഹറോനും മാത്രമല്ല, നിങ്ങൾ മാറിക്കോ, നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തും, ബാക്കി എല്ലാവരും നശിപ്പിക്കും. ഉടനെ മോശയ്ക്ക് നമ്മളാണെങ്കിൽ പറയും, അല്ലേ, എന്താ എനിക്കിട്ട് കളിച്ച ദൈവം അവനത് വേണം, അത് ശരിക്കും അനുഭവിക്കട്ടെ, അല്ലേ? ഞങ്ങളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്തു വന്നിട്ട് ഇപ്പോഴും ചില അച്ഛന്മാർ പ്രാകാരൊക്കെ ഇരുന്നു. ഒരിക്കലും ഒരു ജനത്തെയും പ്രാകാന ശപിക്കാനോ പുരോഹിതന്മാർക്ക് അവകാശമില്ല. ജനത്തെ അനുഗ്രഹിക്കാൻ മാത്രമേ ഞങ്ങൾ അയച്ചിട്ടുള്ളൂ. അല്ലാതെ ചെയ്യുന്നതിനൊക്കെ കിട്ടാൻ പോകുന്ന ശിക്ഷ ഇതിന്റെ ഇരട്ടിയാണ്. ഇപ്പൊ കോരഹപുത്രന്മാര് അവരെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. ഇപ്പൊ മോശ കവണ്ണു വീണ് പ്രാർത്ഥിച്ചു, കർത്താവ്, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തതിന് നീ ജനക്കൂടെ, അവര് ബോധമില്ലാതെ ഒരുത്തനാണ് ഈ ഗ്രൂപ്പ് കൂട്ടിയത്, അല്ലേ? ആ പാവപ്പെട്ട ജനങ്ങള് അവന്റെ വാക്ക് കേട്ടോണ്ട് കൂടെ കൂടിയെന്നുള്ളൂ. പാലും തേനും ഒഴുകുന്ന ദൈവത്തിന്റെ പദ്ധതികള് സാധാരണക്കാർക്ക് മനസ്സിലായില്ല. പക്ഷെ അവരെല്ലാം കൂട്ടി യോജിപ്പിച്ച കോരഹുത്രൻ, അവൻ തെറ്റ് ചെയ്തതിന് നീ ജനത്തെ മുഴുവനും ശിക്ഷിക്കണമെന്ന് ചോദിച്ചു. അതാണ് ഒരു പുരോഹിതന്റെ ധർമ്മം. തന്റെ ജനത്തിന് വേണ്ടി അവരെത്ര തെറ്റ് ചെയ്താലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം അവരുടെ മുഖത്തെ ആദരിക്കും. അവരെത്ര എതിരായിട്ട് പ്രവർത്തിച്ചാലും ഏതെല്ലാം വിധത്തിൽ ദോഷം ചിന്തിച്ചാലും ഇവരെല്ലാം മോശയ്ക്കെതിരായിട്ട് കൂട്ടം കൂടിയ ആളുകളാണ്. പക്ഷേ അവർക്ക് നേതൃത്വം കൊടുത്തവർ മാത്രമാണ് മോശ പറഞ്ഞോളൂ, ജനക്കൂട്ടം പാവങ്ങളാണ്, അവരെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, അതുകൊണ്ട് നീ അവരോട് കോപിക്കുമോ എന്ന് ചോദിച്ചു. ഉടനെ ദൈവം പറഞ്ഞു, ശരി, നീ നാളെ രാവിലെ സഭയോട് പറയണം, ദൈവം കോരഹപുത്രന്മാരെ നശിപ്പിക്കാൻ തീരുമാനിച്ചു, അവൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം ശിക്ഷ കിട്ടും, അവൻ്റെ കൂടാരത്തിൽ നിന്ന് മാറിപ്പോയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, ഈ വാക്ക് അനുസരിക്കുന്നവർക്ക് രക്ഷപ്പെടാം, അനുസരിക്കാത്തവരെല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് ഈ കാര്യം ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. മോശയുടെ ഒറ്റ അപേക്ഷ കൊണ്ട് ആ ജനത്തോട് ദൈവം കരുണ കാണിച്ചു. ഇത് ജനങ്ങൾ പറഞ്ഞിട്ടാണോ മോശ പ്രാർത്ഥിച്ചത്? ഇവിടെ അർപ്പിക്കുന്ന ഓരോ ബലിയിലും
ആദാം മുതൽ ഇന്നയോളം വാങ്ങിപ്പോയിട്ടുള്ള എല്ലാ വിശ്വാസികളെയും ഈ സഭയിലെ മുഴുവൻ ആളുകളെയും ദൈവസന്നിധിയിൽ ഓർത്താണ് പുരോഹിതൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അതിലെല്ലാവരും ഉണ്ട്. നമ്മൾ പള്ളിയിൽ പോയാലും ഇല്ലേലും, കുർബാനയ്ക്ക് പേര് എഴുതി കൊടുത്താലും ഇല്ലേലും, എത്തെല്ലാം ദോഹം ചെയ്താലും ഈ ദേവാലയത്തെ മുഴുവൻ ആളുകളെയും സമർപ്പിച്ചുകൊണ്ടാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും ദൈവം നമ്മളെ ഇതുപോലെ നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള, പക്ഷേ ഈ ഇവിടെ അർപ്പിക്കുന്ന ഈ യാഗത്തിൻ്റെ ബലിയുടെ ഒരു വലിയ ശക്തിയാണ് നമ്മൾ അതിൽ നിന്നെല്ലാം, നമ്മൾ ഈ ജനക്കൂട്ടത്തേക്കാൾ പുണ്യവാന്മാരൊന്നുമല്ല, പക്ഷേ ആ ഒരു പുരോഹിതൻ്റെ പ്രാർത്ഥനയുടെ ഒരു ശക്തി അത്രമാത്രം ദൈവം ഒരു മുഖത്തെ ആദരിക്കുന്നു എന്നുള്ളതാണ്. ഉടനെ യഹോവ മോശയോടും അഹരോനോടും 20-ാമത്തെ വാക്യം, ഈ സഭയുടെ മധ്യയിൽ നിന്ന് മാറിപ്പോകുകയും ഞാൻ അവരെ ക്ഷണത്തിൽ സംവരിക്കുമെന്ന് കൽപ്പിച്ചു. അപ്പോൾ അവർ കവണ്ണു വീണു സകല. 24-ാമത്തെ വാക്യം, അതിന് യഹോവ മോശയോട് കോരഹ്, ദാഥാൻ, അബീരാം എന്നിവരെ വാസസ്ഥലത്തിന്റെ ചുറ്റിൽ നിന്ന് മാറിക്കൊള്ളുവീനെന്ന് സഭയോട് പറക എന്ന് കൽപ്പിച്ചു. മോശ എഴുന്നേറ്റ് ദാഥാന്റെ അബീരാമിന്റെ അടുക്കൽ ചെന്നു. ഇസ്രായേൽ മൂപ്പന്മാരും അവന്റെ പിന്നാലെ ചെന്നു. അവൻ സഭയോട്, ഈ ദുഷ്ട മനുഷ്യരെ സകല പാപങ്ങളാലും നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുവിൻ, അവർക്കുള്ള യാതൊന്നിനെയും തുടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കോരഹ്, ദാഥാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിന്റെ ചുറ്റിൽ നിന്നും മാറിപ്പോയി. ഏതായാലും ജനങ്ങൾ ആരെ അനുസരിച്ചു? അവരെ കൂട്ടം കൂടിയെങ്കിലും ഇത്രയും അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആളുകളല്ലേ, അവർ മാറിപ്പോയി. എന്നാൽ ദാഥാനും അബീരാമും പുറത്തു വന്നു. അവരും അവരുടെ ഭാര്യമാരും പുത്രന്മാരും കുഞ്ഞുങ്ങളും താന്താങ്ങളുടെ കൂടാരവാതിക്കൽ നിന്നു. അപ്പോൾ മോശ പറഞ്ഞത്, ഈ സകല പ്രവൃത്തികളും ചെയ്യേണ്ടതിന് യഹോവ എന്നെ അയച്ചു, ഞാൻ സ്വമേധയ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. സകല മനുഷ്യരും മരിക്കുന്നത് പോലെ ഇവർ മരിക്കുകയോ സകല മനുഷ്യർക്കും ഭവിക്കുന്ന പോലെ ഇവർക്ക് ഭവിക്കുകയോ ചെയ്താൽ യഹോവ എന്നെ അയച്ചിട്ടില്ല. സാധാരണ മരണമാണ് ഈ കോരഹ് പുത്രന്മാർക്ക് പറ്റുന്നതെങ്കിൽ ദൈവം എന്നെ അയച്ചിട്ടില്ല. ഇനി ഒരു എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായു പിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങൾ അറിയും. ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. ഭൂമി വായു തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ആരാണ് യഥാർത്ഥ പുരോഹിതൻ? അഹരോന്റെ. അത് ദൈവത്തിന്റെ അരുളപ്പാടാണെന്നും ദൈവമാണ് അവരെ കൃത്യമായിട്ട് നിയോഗിച്ചതെന്നുള്ളത് ജനത്തിന് ബോധ്യപ്പെടുത്താനായിട്ട് ഒരു സാധാരണ മരണമാണ് കോരഹ് പുത്രന്മാർക്ക് പറ്റുന്നതെങ്കിൽ ദൈവം എന്നെ അയച്ചിട്ടില്ല. അതല്ല ഭൂമി പിളർന്ന് അവരതിനകത്ത് വീണ് ഭൂമി പഴയതുപോലെ ആവുകയാണെങ്കിൽ ദൈവം ഞങ്ങളെ അയച്ചു. ആ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. കോരഹ് പുത്രന്മാരെ വിഴുങ്ങിക്കളഞ്ഞു. 34-ാമത്തെ വാക്യം, അവരുടെ ചുറ്റും ഇരുന്ന ഇസ്രായേലരൊക്കെയും അവരുടെ നിലവിളി കേട്ടു. ഭൂമി നമ്മയും വിഴുങ്ങിക്കളയരുത് എന്ന് പറഞ്ഞ് ഓടിപ്പോയി. അപ്പോൾ യഹോവയിൽ നിന്ന് തീ പുറപ്പെട്ട് ധൂപം കാട്ടിയ 250 പേരെയും അധികാരമില്ലാതെ പൗരോഹിത്യ കർമ്മം. ഇപ്പം നമുക്കറിയാം ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് പുരോഹിതന്മാർ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ? പല വേഷത്തിലും പല ഭാവത്തിലും പല രൂപത്തിലും ഒക്കെ ഒരുപാട് പൗരോഹിത്യ വേഷധാരികളും അതിനോട് തുല്യമായ മറ്റ് നൽവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി ആൾ വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് കർത്താവ് സ്ഥാപിച്ച പൗരോഹിത്യത്തിന് അത്രമാത്രം മഹത്വമുണ്ട്, അർത്ഥമുണ്ട്. അതിനെതിരായിട്ട് പിറുവിറുത്തതായ കോരഹ് പുത്രന്മാരും അവരിൽ ലേവ്യ ഗോത്രത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞുകൊണ്ട് അന്യാജ്ഞ എടുത്തതായ 250 പുരോഹിതന്മാരെയും തീ ദഹിപ്പിച്ചു കളഞ്ഞു. പിന്നെ യഹോവ മോശയോട് പുരോഹിതനായ അഹരോന്റെ മകൻ ഏലിയാസാറിനോട് അവൻ എരുതിയുടെ ഇടയിൽ നിന്ന് അത് പറഞ്ഞു. അപ്പോൾ ഈ ജനങ്ങൾ ആരാണ് പുരോഹിതനെന്ന് മനസ്സിലായി. ആരാണ്? മോശയും അഹരോനുമാണ് ദൈവം അയച്ച പുരോഹിതൻ. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ഈ ആളുകൾ പറഞ്ഞെന്നാണെന്നറിയാമോ? 41-ാമത്തെ വാക്യം, പിറ്റേന്നാൾ ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. നിങ്ങൾ യഹോവയുടെ ജനത്തെ കൊന്നു കളഞ്ഞു എന്ന്. ഈ ജനത്തെ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളാമോ? നമ്മൾ പറയും പഴയ നിയമത്തിലെ ദൈവം പ്രതികാരത്തിന്റെ ദൈവമാണെന്നൊക്കെ ഇല്ലേ? എത്രയോ ഇത്രയും ദൈവമാണെന്ന് എതിരെ ഓരോ പിറുപിറുപ്പിലും ദൈവം അതെല്ലാവർക്കും ബോധ്യപ്പെടുത്തി വ്യക്തമാക്കി കൊടുത്ത അവരെ കൺമുമ്പിൽ. ഇവര് ഗ്രൂപ്പ് കൂടി മുഴുവൻ ആളുകളെയും കൂട്ടിയപ്പോൾ ഒരിക്കലും സംഭവിക്കാത്ത രീതിയിൽ ഒരു മരണം അവർക്ക് സംഭവിച്ച് ആ തീയെടുത്ത് യഹോവയിൽ നിന്ന് തീ പുറപ്പെട്ടു എന്നാ. വേറെ ആരും അവരെ കത്തിച്ചു കളഞ്ഞല്ല. യഹോവയിൽ നിന്ന് തീ പുറപ്പെട്ട്
അന്യാജ്ഞ എടുത്തതായി 209 പുരോഹിതന്മാരെ ദഹിപ്പിച്ചു കളഞ്ഞു. എന്നിട്ടും ദൈവത്തെ ഭയപ്പെടേണ്ടതിന് പകരം പിറ്റേ ദിവസം അവരെന്നാ പറഞ്ഞത്? നിങ്ങൾ ഞങ്ങളുടെ ജനത്തെ, നിങ്ങൾ എന്തോ മന്ത്രവാദം ചെയ്തിട്ട് ഈ ജനങ്ങൾ ഇന്ന് ജീവനോടെ ഇരിക്കാൻ കാര്യം ആരാ? അല്ലേ? അവർ പ്രാർത്ഥിച്ചിട്ടല്ലേ? ഇനി മോശയ്ക്ക് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ദൈവം പറഞ്ഞതാ, ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. ദൈവം പറഞ്ഞു, നീയും പുത്രന്മാർ അഹ്റോനും കൂട്ടരും മാറിക്കും, ഞാൻ ഇവരെ നശിപ്പിക്കുന്നു. അപ്പൊ മോശ ഇല്ല, ഒരാൾ തെറ്റ് ചെയ്തതിന് ഇവരൊക്കെ പാവങ്ങളാ അല്ലേ, എല്ലാവരും നിഷ്കളങ്കരും ശുദ്ധിമാരും. ഇപ്പൊ ദൈവം മോശയോട് ഇപ്പൊ എങ്ങനെയുണ്ട് അല്ലേ? മോശ പറഞ്ഞിട്ടാണ് ഇവരെല്ലാം പണ്ട് ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചതാ. അപ്പൊ മോശ പറഞ്ഞല്ല, അവന് മാത്രമേ കുഴപ്പമുള്ളൂ, ഇവരൊക്കെ പാവങ്ങളാ. ഇപ്പോഴോ പിറ്റേ ദിവസം ആളുകൾ പറയാ, നിങ്ങൾ ഞങ്ങളുടെ ജനത്തെ കൊന്നുകളഞ്ഞു. ഇങ്ങനെ മോശയ്ക്കും അഹ്റോനും വിരോധമായി സഭ കൂടിയപ്പോൾ അവർ സമാഗമന കൂടാരത്തിന്റെ നേരെ നോക്കി. മേഘം അതിനെ മൂടി യഹോവയുടെ തേജസ്സും പ്രത്യക്ഷമായിരിക്കുന്നു കണ്ടു. അപ്പോൾ മോശയും അഹ്റോനും സമാഗമന കൂടാരത്തിന് മുമ്പിൽ ചെന്നു. യഹോവ മോശയോട്, ഈ സഭയുടെ മധ്യയിൽ നിന്ന് മാറിപ്പോകുകയും ഞാൻ അവരെ ക്ഷണത്തിന് സംഹരിക്കുമെന്ന് അരുളി ചെയ്തു. ഇനി മോശയ്ക്ക് വല്ലതും പറയാൻ പറ്റുമോ? ഇനി എന്തെങ്കിലും ഒരു വോയിസ് ജനത്തിന് വേണ്ടി അപേക്ഷിക്കാൻ മോശയ്ക്കുണ്ടോ? കാരണം ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. മോശയോട് പറഞ്ഞു, മാറിപ്പോക്കോ. അവിടെയാണ് ധൂപാർപ്പണത്തിന്റെ ശക്തി. ഉടനെ അപ്പോൾ അവർ കവിണ്ണു വീണു. മോശ അഹ്റോനോട്, നീ ധൂപകലശം എടുത്ത് അതിൽ യാഗപീഠത്തിലെ തീയിട്ട് ധൂപവർഗവും ഇട്ട് വേഗത്തിൽ സഭയുടെ മധ്യേ ചെന്ന് അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കാം. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ക്രോധം പുറപ്പെട്ട് ബാധ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞ സെക്കൻഡിൽ തന്നെ ഒരു സൈഡിൽ നിന്ന് ദൈവ സംഹാരം തുടങ്ങി. മോശ കൽപ്പിച്ചതുപോലെ അഹ്റോൻ കലശമെടുത്ത് സഭയുടെ നടുവിലേക്ക് ഓടി. ബാധ ജനത്തിന്റെ ഇടയിൽ തുടങ്ങിയിരിക്കുന്നു കണ്ട് ധൂപം കാട്ടി ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിന്നപ്പോൾ ബാധ അടങ്ങി. കോരകന്റെ സംഗതി വശാൽ മരിച്ചവരെ കൂടാതെ ബാധയിൽ മരിച്ചവർ 14,700 പേരായിരുന്നു. ആ വലിയ സംഹാരത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയത് എന്താണ്? അഹ്റോന്റെ ധൂപമാണ്. ആ ധൂപത്തിന്റെ ശക്തി നമ്മൾ ചിന്തിച്ചേ. ദൈവം തീരുമാനിച്ചുറപ്പിച്ച് ഇനി ഒരു അപേക്ഷയ്ക്ക് പോലും സാധ്യതയില്ലാത്തൊരു സന്ദർഭത്തിൽ മോശയോട് പറഞ്ഞു, മാറിക്കോളാൻ പറഞ്ഞു. പറഞ്ഞ സെക്കൻഡിൽ ദൈവം സംഹാരം തുടങ്ങി. ഒരു നിമിഷം കൊണ്ട് തന്നെ 14,000 ശിഷ്ടം ആളുകൾ മരിച്ചു. മോശ അന്നൊരു അഹ്റോനോട്, നീ വേഗം ധൂപകലശം എടുത്ത് ഈ ജനത്തിന്റെ പാപത്തിന് വേണ്ടി ധൂപമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അഹ്റോൻ കലശവുമായിട്ട് ഓടി ജീവനുള്ളവരെയും മരിച്ചവരെയും മധ്യേ നിന്നപ്പോൾ ബാധ ഇസ്രായേലിനെ വിട്ടുമാറി. അത് നമ്മൾ പാടിയത്. അഹ്റോന്റെയുമാസ്കറിയ തന്നോടെയും ധൂപമാതും മരണത്തെ നീക്കിയ ധനയുമ്പോ അടിയാരുടെ ധൂപത്തെയും അൻപുടയോനെ കൈക്കൊള്ളുക. പ്രിയോപയുടെ സമയത്ത് പുരോഹിതൻ ധൂപം അർപ്പിച്ച് ഈ പേരുകളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ എഴുതി കൊടുക്കുന്ന പേരുകളും അതായത് ആദാം മുതൽ ഇന്നുള്ളതായ പ്രാർത്ഥനകളെല്ലാം ഓർത്ത് പുരോഹിതൻ അവിടെ ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ താഴെ ആളുകൾ പാടുന്നതാണ്. നമ്മളെപ്പോഴാണ് പള്ളിയിൽ തന്നെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടും പറയും, നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് അൻപാലടിയാരെ കാക്കുക. പുരോഹിതൻ ഇവിടെ ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ താഴെ ആളുകൾ പറയുക, അഹ്റോന്റെ ഈ ധൂപത്തെ കൈക്കൊണ്ട കർത്താവേ, ഈ പാപികളായ ഞങ്ങളുടെ കൈകളിൽ നിന്ന് അതിൽ വലിയൊരു ശക്തി വേറെ ഏത് പ്രാർത്ഥനയ്ക്കുള്ളേ? ഈ ധൂപാർപ്പണത്തിന് സാധ്യമല്ലാത്ത ഒരു ബാധയെ മാറ്റാൻ ആർക്ക് സാധിക്കും? ദൈവം തുടങ്ങി വെച്ചതായ ശിക്ഷ ഇനി മോശയ്ക്കൊന്ന് ദൈവത്തോട് പറയാൻ പോലൊരു അവസരം ദൈവം കൊടുത്തില്ല. അതിനുള്ള യോഗ്യതയില്ല. കാരണം മാറിപ്പൊക്കോളാൻ പറഞ്ഞു. അവിടെ അവസരോചിതമായ ഒരു പുരോഹിതൻ ധൂപമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ബാധ ഇസ്രായേൽ ജനത്തെ ഒരു ധൂപാർപ്പണത്തിന്റെ ശക്തി. ആ ധൂപാർപ്പണത്തിന് അർപ്പിക്കുന്നത് ആരായിരിക്കണം? പിന്നെ പറയുന്ന ഒരു പുരോഹിതനാണ് ആര്? ഫിനഹാസിന്റെ വാള്. എന്താ ഫിനഹാസിന്റെ വാള്? സംഖ്യാപുസ്തകം 24-ാം അധ്യായം
25-ാമത്തെ അധ്യായം. അങ്ങനെ ആ ശിക്ഷയിൽ നിന്ന് അഹറോൻ ധൂപം അർപ്പിച്ചതിന് ശേഷം മാറി. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബി സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരെ ദേവന്മാരോടുകൂടെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽ പെയ്യോറിനോട് ചേർന്നു. യഹോവയുടെ കോപം അടുത്ത പണി. ഇവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഓരോ പരിപാടി ഒപ്പിച്ചുകൊണ്ടിരിക്കുകയും മോശയ്ക്ക് നമ്മൾ എത്ര അവാർഡ് കൊടുത്താലും മതിയാവില്ല അല്ലേ. പിന്നീട് കനാൻ ദേശത്തേക്ക് പോകുന്ന സമയത്ത് ഈ ശിത്തീമിൽ താമസിച്ചു. മോവാബ് ദേശത്ത്. അതായത് നമുക്കറിയാം ഈ ചില ഈ കപ്പലുകളൊക്കെ വന്നു കഴിയുമ്പോഴേ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഈ കൊച്ചിയിൽ കിടക്കും. അപ്പം അതിനകത്ത് യാത്രക്കാർക്ക് അത്യാവശ്യകൂടെയൊക്കെ കറങ്ങി കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇവരിങ്ങനെ യാത്ര പോകുന്ന സമയത്ത് ഈ മോവാബ് ദേശത്ത് ഇവർ കടന്നു പോകുന്നത്. അപ്പം ഈ നമുക്കറിയാം ഇതിനു മുമ്പ് ഒരു ബിലയാമെന്ന് പറയുന്ന ഒരാൾ ഇസ്രായേൽ ജനത്തെ ശപിക്കാനായിട്ട് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചു വിട്ടില്ലേ. അപ്പൊ അവന് ശപിക്കാൻ പറ്റിയില്ല. പക്ഷെ അവൻ ബാലാക്കിന് ഉപദേശം പറഞ്ഞു കൊടുത്തു. അതായത് ഈ ജനത്തിന്റെ ശ്രദ്ധ ഈ ദൈവത്തിൽ നിന്ന് മാറ്റി നമ്മുടെ വിഗ്രഹങ്ങളിലേക്ക് ആക്കി കഴിഞ്ഞാൽ അവരെ നമുക്ക് പരാജയപ്പെടുത്താമെന്ന് അങ്ങനെ ഒരു കള്ള ഉപദേശം കൊടുത്തു കൊടുക്കും. അതനുസരിച്ച് ഇവർ മോവാബ് ദേശത്ത് കുറച്ച് ദിവസം താമസിക്കേണ്ടി വന്നു. അങ്ങനെ താമസിച്ചപ്പോൾ മോവാബി സ്ത്രീകളുമായിട്ട് പരസംഗം തുടങ്ങി. ആ കിട്ടിയ ഗ്യാപ്പിൽ ഇവർ അവിടെയുള്ള പെണ്ണുങ്ങളോടുകൂടി പരസംഗം ചെയ്യാൻ പോയി. അവർ തങ്ങളുടെ ദേവന്മാർക്ക് ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ നിന്നപ്പോൾ അവർ പറഞ്ഞു, കൂട്ടുകൂടി, നാട്ടുകാരായിട്ട് കൂട്ടുകൂടി, ഏതായാലും നിങ്ങൾ കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ, ഞങ്ങളുടെ അമ്പലത്തിൽ ഒരു ഉത്സവം നടക്കുന്നുണ്ട്, നമുക്കെന്നാ ഉത്സവത്തിനൊന്ന് പങ്കെടുക്കാം. അതിനെന്നാ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന കുഴപ്പമുണ്ടോ? ഇതൊക്കെ നമ്മളൊരു നാട്ടിൽ താമസിക്കുമ്പോൾ നമ്മൾ അവരെ കൾച്ചർ വേണം ഇല്ലേ. നമ്മുടെ ഒരു പ്രിയപുത്രൻ ശബരിമലയ്ക്ക് കെട്ടും പോയില്ലേ. നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കതൊക്കെ നല്ലതാണ്. നമ്മൾ നാട്ടിൽ താമസിക്കുമ്പോൾ എല്ലാവരുമായിട്ടൊക്കെ ഒരു ഐക്യവും സ്നേഹമൊക്കെ വേണ്ടേ. നമ്മളല്ലാതെ ക്രിസ്ത്യാനികളാ സ്വർഗം യേശു ക്രിസ്തു എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ പോകണം. അപ്പോൾ കുറേ പ്രായമുള്ള ആളുകൾ പറഞ്ഞു, പോണോ, നമ്മളെ യഹോവ നമ്മൾ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയല്ലേ, ഇങ്ങനെ പോകുന്നത് ശരിയാണോ? അപ്പോൾ കുറേ 2 വിഭാഗം ആളുകളാണ്. പുരോഗമനവാദിക്കാരായ ആളുകൾ പറഞ്ഞു, നമുക്ക് പോകാം, നമുക്ക് പോയാൽ നമ്മൾ നമ്മുടെ ദേവനല്ല ആരാധിക്കുന്നത്, നമ്മളവിടെ ചെന്നു, നമ്മളവിടെ യേശുവെന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ അതിന് മുമ്പ് ചെന്ന് നമ്മൾ നാട്ടിൽ താമസിക്കുന്ന ഒരു വിചാരിച്ചു. അങ്ങനെ അവർ പോയി. ഇപ്പോൾ പോണ വഴിക്ക് അവർ പറഞ്ഞു, അവിടെ ഭയങ്കര ഉത്സവമുണ്ട്, നല്ല ഭക്ഷണമൊക്കെ ഉണ്ട്, നല്ല അടിപൊളി ഡാൻസൊക്കെ ഉണ്ട്, ചേച്ചിമാരുടെ നല്ല ഡാൻസൊക്കെ ഉണ്ട്, നമുക്കൊരു ദിവസം ഒന്ന് അടിപൊളിയായിട്ട് ഇതൊക്കെ ഒന്ന് പങ്കെടുക്കാം, കൂട്ടൊക്കെ കൂടാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ശരി പോകാം, തീരുമാനിച്ചു. പോയി. പോണ വഴിക്ക് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ ആ വിഗ്രഹത്തിൻ്റെ ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കൂടെയാണ് പോണത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒന്ന് വണങ്ങിയേരെ, കാരണം എല്ലാവരും അവിടെ വണങ്ങിയിട്ടാണ് പോണത്. നമ്മളായിട്ട് ഇനി പോകുമ്പോൾ ഒന്ന് വണങ്ങണേന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ വേറെ നമ്മുടെ ദൈവത്തെ മനസ്സ് വിചാരിച്ചാൽ മതി, പക്ഷെ അവിടെ ചെന്നൊന്ന് വണങ്ങാൻ പറഞ്ഞു. അപ്പോൾ അവർ പോയപ്പോൾ നല്ല ആഘോഷമാണ്, നല്ല മേളമുണ്ട്. ആ കൂടെ പോയി ഒന്ന് വണങ്ങി അവിടെ ചെന്നപ്പോൾ നല്ല ഡാൻസ് നടക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഭക്ഷണമുണ്ട്, നല്ല ബിരിയാണിയും ഭക്ഷണമൊക്കെ ഉണ്ട്, അതും കഴിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല ഡാൻസൊക്കെ നടക്കുന്നു. അപ്പോൾ ഡാൻസ് പങ്കെടുത്തു. അപ്പോൾ പിന്നെ അവരുടെ നമ്പർ മേടിച്ചു. വചനം പറയാനായിട്ടാണ് നമ്മൾ അല്ലേ, ദൈവവചനം പറയാനായിട്ടല്ല. ഇപ്പം അങ്ങനെയാണല്ലോ പലരും തുടങ്ങണ പരിപാടി. ദൈവവചനം പറയാനൊക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി വാർത്തകൾ നമ്മുടെ ചുറ്റും, ഇതൊക്കെ ഇന്നും നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഞാൻ പഴയ നിയമം എഴുതുന്ന പറഞ്ഞാൽ ഇത് സംഭവിക്കുന്നത്, അതിൻ്റെ അപകടം നമ്മൾ എത്രമാത്രം ഗൗരവമായിട്ട് എടുക്കുന്നുള്ളതാണ്. അത് ഇന്നും ഒരു വചനം പോലും മാറിപ്പോകാതെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോയി ഇതൊക്കെ കഴിഞ്ഞു. അപ്പം ഈ യാത്ര തുടങ്ങിയപ്പോൾ ചെറിയ വഴുവഴുപ്പുള്ള സ്ഥലമായിരുന്നു. അങ്ങ് വഴുതി വീണ് അവസാനം അവിടെ ചെന്ന് അങ്ങ് വീണു. അവിടെ ചെന്ന് വീണ് എല്ലാവരും ഇവരെ കൂടെ തുള്ളാനും പാടാനും ഡാൻസ് ചെയ്യാനൊക്കെ തുടങ്ങി. ഇപ്പം നമ്മുടെ പല പെരുന്നാളുകളും നമ്മുടെ ഇപ്പോഴത്തെ ക്രിസ്മസ് കരോളുകളും ആഘോഷങ്ങളും എല്ലാം നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ നമുക്കറിയാം. നമ്മളിപ്പോൾ പള്ളികളിലെ പെരുന്നാളിൻ്റെ ഫ്യൂഷൻ ലൈറ്റ് പരിപാടികൾ ഇതൊക്കെ പറഞ്ഞാൽ, എതിര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ സ്വാർത്ഥ സമുദായ നേതാക്കന്മാർ, അവരെയൊന്നും ഈ കൂടെ കൊണ്ടില്ല. അത് കാലത്തിനനുസരിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടുന്നതായ ആത്മീയതയും ശുശ്രൂഷയൊക്കെയാണ് നമ്മൾ ഈ പഴഞ്ചൻ സംസ്കാരമൊക്കെ വെച്ചുകൊണ്ടിരുന്ന അവസാനം പള്ളിയിലൊന്നും ആളുണ്ടാവില്ല. ഇപ്പോൾ മിക്കവാറും പരിപാടികളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന സിനിമാ നടിമാരും അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. എന്നാലേ നമുക്ക് ആളുകളെ കിട്ടുള്ളൂ. അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ മാറി. ഇത് തന്നെയാണ് ഇസ്രായേൽ ജനങ്ങൾക്ക് മോവാബ് ദേശത്ത് വെച്ച്
സംഭവിച്ചതായ അതേ അനുഭവത്തിൽ കൂടിയാണ് ഇപ്പോൾ നമ്മുടെ സഭയും നമ്മുടെ ലോകവും ഒക്കെ കടന്നു പോകുന്നത്. അങ്ങനെ പോയി ജനം മോവാബി സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരെ ദേവന്മാരെ, ഞാൻ പറഞ്ഞ പോലെ സദ്യയൊക്കെ കൊഴുത്തു കഴിച്ചു, അവരെ ദേവന്മാരോടുകൂടെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽ പെയ്യോറിനോട് ചേർന്നു. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഇത് ഇച്ചിരിയുടെ സുഖം അല്ലേ, ഇത് പള്ളിയിൽ വന്നു ഉപവസിക്കണം, രാവിലെ വന്ന് ഇപ്പോൾ എൽഡോ ശുശ്രൂഷ 2 മണിക്ക് പള്ളിയിൽ പോകണം ഇല്ലേ, ഇപ്പം ജനങ്ങളുടെ സൗകര്യം അനുസരിച്ച് വൈകിട്ടാക്കിയാൽ ആളുണ്ടാവുള്ളൂ. ഈ പറയുന്ന 4 മണിയുടെ ഫ്ലൈറ്റിന് എത്ര മണിക്ക് എയർപോർട്ടിൽ പോയിരിക്കും ഇല്ലേ? നമുക്ക് കർത്താവിൻ്റെ പെരുന്നാളിൽ സംബന്ധിക്കാൻ ഒരു ഉറക്കം മാറ്റാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് സ്നേഹ ദൈവത്തോടുള്ളത്. പരിമലത്തിന്മേൻ്റെ പെരുന്നാളിൽ സംബന്ധിക്കാൻ ഇവിടുന്ന് നടക്കും ഇല്ലേ, എത്ര ദൂരം നടക്കും, അതിന് ആർക്കും മടിയില്ലല്ലോ. പക്ഷെ കർത്താവിൻ്റെ പെരുന്നാളിൽ സംബന്ധിക്കാൻ തന്നെ നമുക്കെല്ലാം മടി. ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാൾ ഉയർപ്പ് പെരുന്നാളും കർത്താവിൻ്റെ ജന്മപ്പെരുന്നാൾ, അതിനുവേണ്ടി നമ്മൾ നോമ്പ് വെക്കണം. ഇന്ന് ജന്മപ്പെരുന്നാൾ ആഘോഷിക്കുന്നത് നക്ഷത്രം ഇല്ലേ, ഭയങ്കര ആഘോഷമാണ്. ഏറ്റവും ആദ്യം സ്റ്റാർ ഇടുന്ന എവിടെയാണ്? ബാറിലാണ്. ഞാൻ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്ത ഒരാൾ പറഞ്ഞു, അത് ഏറ്റവും അധികം മദ്യം കഴിച്ചതിൻ്റെ കണക്ക് സർക്കാർ എടുക്കുന്നത് ഡിസംബർ 26-ാം തീയതി ഇല്ലേ, എത്രമാത്രം മദ്യം. എന്നൊരാൾ എന്നോട്, അത് കർത്താവ് പറഞ്ഞിട്ടില്ലേ നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്യണം, അതുകൊണ്ടാണ് ഈ സ്റ്റാർ ആദ്യം എവിടെ ഇടുന്നത്? ബാറിലിടുന്നത്. അങ്ങോട്ട് നോക്കിയാണ് ഇപ്പം നമ്മുടെ ആളുകളൊക്കെ യാത്ര ചെയ്യുന്നത്. ഈ ഇവര് ബാൽ പെയ്യോറിനോട് ചേർന്നു. യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. യഹോവ മോശയോട് ജനത്തിന്റെ തലവന്മാരെയൊക്കെയും കൂട്ടി യഹോവയുടെ ഉഗ്രകോപം ഇസ്രായേലിന് വിട്ടുമാറേണ്ടതിന് അവരെ യഹോവയുടെ മുമ്പാകെ പരസ്യമായി തൂക്കിക്കളയാൻ പറഞ്ഞു. ജനത്തെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഇവരെ പരസ്യമായിട്ട് തൂക്കിക്കൊല്ലാൻ പറഞ്ഞു. പാപം ചെയ്തവരെയെല്ലാം പരസ്യമായിട്ട് തൂക്കിക്കൊല്ലാനായിട്ട് പറഞ്ഞു. മോശ ഇസ്രായേൽ ന്യായാധിപന്മാരോട്, നിങ്ങൾ ഓരോരുത്തരും താൻ്റെ ആളുകളിൽ ബാൽ പെയ്യോറിനോട് ചേർന്നവരെ കൊല്ലുവീൻ എന്ന് പറഞ്ഞു. എന്നാൽ മോശയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ടിരുന്ന ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാണുക. ഈ കരഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ രഹസ്യത്തിൽ പോയി ചെയ്ത പരിപാടിയാണ്. ഇങ്ങനെ ജനക്കൂട്ടം എല്ലാം കൂടിയിരിക്കുന്നു, പാപം ചെയ്തവരിപ്പോൾ നമുക്കറിയാം, ഈ ക്യാമ്പൊക്കെ നടക്കുമ്പോൾ ഓരോ റൂമിനൊക്കെ ഓരോരുത്തർ ചുമതലപ്പെടുത്തും അല്ലേ, ഇന്ന ആളുകൾ നോക്കണം. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അതിന് വിളിച്ച് ചാടി പോയവന്മാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവന്മാരൊക്കെ ലിസ്റ്റ് എടുത്ത് പരസ്യമായിട്ട് തൂക്കിക്കൊല്ലുക. ഈ അമ്പലത്തിൽ ഉത്സവത്തിന് പോയവരും വ്യഭിചരിക്കാൻ പോയവന്മാരൊക്കെ ലിസ്റ്റ് എടുത്തിട്ടാണ് പരസ്യമായിട്ട് തോന്നി. അങ്ങനെ ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോഴാണ്, അയ്യോ അപ്പൻ്റെ പേര് കണ്ടുകൊണ്ട് മക്കളും ഭാര്യയും ഇങ്ങേരിപ്പണിക്ക് പോയോ, അല്ലെങ്കിൽ ഭാര്യയുടെ പേര് കാണുമ്പോഴാണ് ഭർത്താവ് ചിന്തിക്കുന്നത്, അയ്യോ ഇവിടെ. അങ്ങനെ ഓരോരുത്തർ വളരെ അപ്രതീക്ഷിതമായിട്ട് പേര് വിളിക്കുന്നു, തൂക്കിക്കൊല്ലുന്നു. അങ്ങനെ ആ തെറ്റ് ചെയ്തവരെല്ലാം ശിക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്നാൽ മോശയും 6-ാമത്തെ വാക്യം, മോശയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാണുകയെ ഒരു ഇസ്രായേലിൻ തന്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിദ്യാനി സ്ത്രീയെ കൊണ്ടുവന്നു. എല്ലാവരും രഹസ്യത്തിൽ ചെയ്തപ്പോൾ ഒരുത്തനെ എന്താ ചെയ്തേ? പരസ്യമായിട്ട് അവർ മുമ്പിലേക്ക് ആരും കൊണ്ടുവന്നു. എന്നെ തടയാൻ എന്നങ്ങനെയല്ലേ, ഞങ്ങളുടെ പിള്ളേര്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങളെ പഴയ പാരമ്പര്യം ഞങ്ങളുടെ മനുഷ്യാവകാശമാണ് ഇല്ലേ, എല്ലാവർക്കും അവകാശങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളെ ആരും ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഞങ്ങളുടെ അധികാരമാണ്. ഇപ്പം ആണും കല്യാണം കഴിക്കും, പെണ്ണും കല്യാണം കഴിക്കും, ഇഷ്ടമുള്ള ജാതിക്കാരെ കല്യാണം കഴിക്കും, ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ നടക്കും, പരസ്യമായിട്ട് ചുംബിക്കും, കെട്ടിപ്പിടിക്കും, റോഡ് എന്തും ഞങ്ങൾ കാണിക്കും. നിങ്ങൾ സദാചാരക്കാരും നന്നാക്കാൻ വരേണ്ട ആവശ്യമില്ല. ഇപ്പം ദൈവം വിളിച്ച് പരസ്യമായിട്ട് ഇങ്ങനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ പരസ്യമായിട്ടൊരു മിദ്യാനി സ്ത്രീയുമായിട്ട് അവരെ മധ്യേ കടന്നു വന്നു. അഹറോൻ പുരോഹിതന്റെ മകനായ ഏലിയാസാറിന്റെ മകൻ ഫിനഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യേ നിന്ന് എഴുന്നേറ്റ് കയ്യിൽ ഒരു കുന്തമെടുത്ത് ആ ഇസ്രായേലിന്റെ പിന്നാലെ അന്തപുരത്തിലേക്ക് ചെന്ന് ഇരുവരെയും, ആ ഇസ്രായേലിനെയും ആ സ്ത്രീയെയും തന്നെ അവളുടെ ഉദരം തുളയും വണ്ണം കുത്തി. അപ്പോൾ ബാധ ഇസ്രായേൽ മക്കളെ വിട്ടുമാറി. ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേര്. ആ വലിയ ബാധയിൽ നിന്ന് അവരെ രക്ഷിച്ചത് ആരാണ്? ഒരു പുരോഹിതന്റെ, അഹറോന്റെ പുത്രനായ ഏലിയാസാറിന്റെ മകനായ ഫിനഹാസ്. എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുക. പരസ്യമായിട്ട് ദൈവം ഓരോരുത്തരും ശിക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പരസ്യമായിട്ട് ഒരു മിദ്യാനി സ്ത്രീയുമായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ദൈവത്തോട് അപേക്ഷിക്കാൻ മോശയ്ക്ക് നിർവാഹമില്ല. കാരണം ഇനി ഒരു വാക്കുപോലും പറയാനൊരു സാധ്യത പോലും ഇല്ല. ഇപ്പൊ തെറ്റ് ചെയ്തവരെ മാത്രം തൂക്കിക്കൊല്ലാനാണ് ദൈവം പറഞ്ഞത്, ബാക്കി ആളുകൾക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അന്നേരമാണ് ഒരുത്തും പരസ്യമായിട്ട് ഒരു മിദ്യാനി സ്ത്രീയുമായിട്ട് വരുന്നത്.
അവസരോചിതമായി അവൻ എന്ത് ചെയ്തു? പിനഹാസ് ഒരു കുന്തം എടുത്തുകൊണ്ട് നേരെ ചെന്ന് അവർ രണ്ടുപേരും കുത്തി. ബാധ ഇസ്രായേൽ ജനത്തെ വിട്ടുമാറി. ബാധയാൽ മരിച്ചവര് 24,000 പേര്. നമ്മൾ പാടിയത് അഹറോന്റെയുമാസ്കറിയ തന്നുടെയും ധൂപമാതും മരണത്തെ നീക്കിയ പിനഹാസിൻ പ്രാർത്ഥനയും അടിയാരുടെ ധൂപത്തെയും അൻപുടയോരി ഈ ധൂപപ്രാർത്ഥന വേണ്ട, ഈ പുരോഹിതം വേണ്ട, ഇതിനപ്പുറത്ത് കവച്ചു വെക്കുന്ന ഏത് പ്രാർത്ഥനയുള്ളേ? ഈ 2 വരി പാട്ടിൽ എത്ര വേദവാക്യങ്ങൾ, എത്ര സാരാംശമാണ് പിതാക്കന്മാർ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പൗരോഹിത്യത്തെ നിഷേധിക്കുക എന്നുള്ളത് ഇത് സാത്താൻ്റെ വലിയൊരു പ്രലോഭനമാണ്, സാത്താൻ്റെ വലിയ തന്ത്രം. അതിനകത്ത് തെറ്റായിട്ട് നടക്കുന്നവരൊക്കെ ഉണ്ട്. അതിനുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും. നിങ്ങൾക്കറിയാലോ, ശൗലിനെ അഭിഷേകം ചെയ്ത ആരാണ്? ദൈവമാണ്, അല്ലേ? ദൈവത്തിൻ്റെ അഭിഷേകം ശൗലിൻ്റെ മേലുണ്ട്. അവസാനം ശൗല് ഭ്രാന്ത് പിടിച്ച് ദാവീദിനെ കൊല്ലാനായിട്ട് നടക്കുന്നുണ്ട്. അവസാനം അദുല്ലാം ഗുഹയിൽ കയറി ഈ ശൗല് ദാവീദ് ഒളിക്കുന്നുണ്ട്. രാത്രി ഇതറിയാതെ ശൗല് ആ ഗുഹയിൽ കയറി രാപാർത്തു. ഉടനെ ഈ ദാവീദിന്റെ അംഗരക്ഷകൻ പറയുന്നുണ്ട്, ദൈവമാണ് അവനെ നിന്റെ ശത്രുവിനെ, നിന്നെ കൊല്ലാനായിട്ട് പുറപ്പെട്ടിരിക്കുന്നവനെ നിന്റെ കയ്യിൽ തന്നത് ദൈവമാണ്, അതുകൊണ്ട് അവനെ അങ്ങ് വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ദാവീദ് ഒരു വാക്യം പറയുന്നുണ്ട്, ദൈവത്തിന്റെ അഭിഷിക്തന്റെ മേൽ കൈവയ്ക്കാനായിട്ട് എനിക്ക് ഇടയാകരുത്. അവസാനം അതിന് തെളിവായിട്ട് അവന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം ദാവീദ് മുറിച്ചെടുത്തു. ദിവസം നേരം വെളുത്ത് ശൗൽ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദൂരെ മല കയറിയപ്പോൾ ദാവീദ് ഇപ്പുറത്തുനിന്ന് വിളിച്ചു, യജമാനൻ ആരെ അന്വേഷിക്കുന്നത്? ഈ പട്ടിയെ, ചത്ത നായെ അന്വേഷിച്ചിങ്ങനെ നടക്കണേ. ഇസ്രായേൽ വലിയ